നമസ്കാരം. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കേരളം ആകെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് അതേസമയം യമനിൽ നിന്ന് വരുന്നത്. പണം കൈപ്പറ്റി വധശിക്ഷ ഒഴിവാക്കാനാകില്ലെന്നും പണമല്ല നീതിയാണ് വേണ്ടതെന്നുമുള്ള ഉറച്ച നിലപാടിലാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹ്ദി. ഉത്തര യമനിലെ ഗോത്ര നേതാക്കളും കടുത്ത നിലപാടിലാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സുഹൃത്തായ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഒമറിന് കുടുംബാംഗങ്ങളെ സ്വാധീനിക്കാനും തീരുമാനം മാറ്റാനും കഴിയുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. സൗദിയിലെ എംബസി മുഖേന വിദേശകാര്യ മന്ത്രാലയവും ശ്രമങ്ങൾ നടത്തിവരികയാണ്. ഒരു നാട് നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും യമൻ പൗരന്മാരെ പ്രകോപിപ്പിക്കുന്ന കമന്റുകളുമായി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വിഹരിക്കുന്നുമുണ്ട്. ചില മലയാളികൾ നിമിഷയെ രക്ഷിക്കാനാകുമോ എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, അതുപോലെ തന്നെ ജവാദ് മുസ്തഫാഫി, ചാണ്ടി ഉമ്മൻ MLA, ഷാബു പ്രസാദ്, മുബാറക് റാവുത്തർ, അഡ്വക്കേറ്റ് ആഷിഖ് തൈക്കണ്ടി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ചാണ്ടി ഉമ്മൻ, താങ്കൾ നടത്തിയിട്ടുള്ള പ്രൊവാക്റ്റീവായിട്ടുള്ള ഇടപെടലുകളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും ഗവർണറുടെയും ഒക്കെ ഇടപെടലിലേക്കും തുടർന്ന് ഏറ്റവും കുറഞ്ഞത് വധശിക്ഷ നീട്ടിവെക്കാനെങ്കിലും സഹായകരമായിട്ടുള്ളത്. പക്ഷേ വധശിക്ഷ ഒഴിവാക്കുന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വമുണ്ട്. കുടുംബം ഇന്ന് നടത്തിയിട്ടുള്ള പൊതുപ്രസ്താവന, സഹോദരൻ ഫേസ്ബുക്ക് വഴിയും അതുപോലെ തന്നെ BBC-യുടെ അറബി ചാനൽ വഴിയും നടത്തിയിട്ടുള്ള അവരുടെ നിലപാട് പ്രഖ്യാപനം എന്ന് പറയുന്നത് വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും ഞങ്ങളെ തൃപ്തിപ്പെടുത്തില്ല, പണം വാങ്ങിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിന് ഞങ്ങളില്ല എന്നവർ വളരെ ശക്തമായ നിലപാടെടുക്കുകയാണ്. ആ കുടുംബത്തിലെ തന്നെ സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് മറിച്ച് അഭിപ്രായമുണ്ട് എന്ന് കേൾക്കുന്നു. ഇനിയുള്ള സാധ്യതകൾ എത്രമാത്രമാണ്? അതിനുള്ള ശ്രമങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്? നമ്മൾ ഈ ചർച്ചകൾ അത് എത്രത്തോളം പബ്ലിക് ആവുന്നോ അത്രത്തോളം അത് ഒരു ആശ്വാസ്യമായിട്ടൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരോടും ഞാൻ ഉച്ചം മുതൽ പറയുന്നൊരു കാര്യം, എനിക്ക് യമനിൽ നിന്നും ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജാണ്, നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഒരു തരത്തിലുള്ള ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റും പോകരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ നടത്തുക തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് പുറത്തോട്ട് പോകുന്നു, അവിടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അവിടെ വീണ്ടും അതൊരു ഇഷ്യൂ ആയി വരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ വളരെ പണിപ്പെട്ടിട്ടാണ് ഈ സ്റ്റേജ് വരെങ്കിലും എത്തിച്ചത്. അതിൽ എല്ലാവർക്കും പങ്കുണ്ട്. അതിനായ ഗവർണർക്ക് പങ്കുണ്ട്, അതിനായ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്, അതിനായ കാന്തപുരം ഉസ്താദിന് വലിയ പങ്കുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന, ഈ കേരളത്തെ സ്നേഹിക്കുന്ന ഒരാൾ പോലും അനാവശ്യമായ ഒരു കമൻറ്റോ ഒരു വിവാദം ഉണ്ടാക്കരുത്. ആ വിവാദം ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു സഹോദരിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാകും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം ഈ ഒരു സമയത്ത് സംയമനം പാലിക്കുക എന്നുള്ളതാണ്. സംയമനം പാലിച്ചു മാത്രമേ നമുക്ക് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളൊരു പണ്ടത്തെ കാലമല്ല. കേരളത്തിൽ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് യമനിൽ മാത്രമല്ല ലോകത്തെവിടെയും എത്തുന്ന സാഹചര്യമാണ്. ലോകത്തെവിടെയും ഇപ്പോൾ നമ്മൾ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ അത് ആ കുട്ടിയെയാണ് ബാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, പണ്ടൊരു പറച്ചിലുണ്ട്, വൺ ഫ്ലാപ്പ് ഇൻ ലണ്ടൻ ക്രിയേറ്റ്സ് സ്റ്റോം ഇൻ അനദർ പാർട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ആ നാട്ടിൽ വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കുന്നെങ്കിൽ പരമാവധി നമ്മുടെ കമൻറ്റുകൾ കുറയ്ക്കുക, ഒഴിവാക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ ചെയ്യുന്നത് മാക്സിമം ചെയ്യുക എന്നതിനപ്പുറം നമ്മളൊരു പ്രകോപനമോ ആർക്കെതിരെ ഒരു ആക്ഷേപമോ നമ്മൾ തമ്മിലുള്ള വാഗ്വാദം പോലും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. മലയാളികളുടെ പ്രസ്താവനകളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനപ്പുറത്ത് ചില മലയാളികൾ വളരെ ആസൂത്രിതമായി അറബി ഭാഷയിൽ പോലും പ്രകോപനമുണ്ടാക്കുന്ന കമന്റുകൾ യമൻ പൗരന്മാരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഇടുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ സഹോദരനോട്, ഈ മെഹ്ദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹ്ദിയോട് തന്നെ നിങ്ങളുടെ സഹോദരന്റെ രക്തം വിറ്റ് പണം ഉണ്ടാക്കാൻ നോക്കുകയാണോ എന്ന് പറയുന്ന മലയാളികളെ നമ്മൾ കാണുന്നുണ്ട്. അത് വളരെ ആസൂത്രിതമായി നടക്കുന്ന ഒരു കാര്യമാണ്. അടിയന്തരമായി അങ്ങനെ ഒരു ഇടപെടൽ ആൾക്കാർ ചെയ്യരുത്. എനിക്ക് വിനീതമായ അഭ്യർത്ഥനയാണ് നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ ആൾക്കാരോട്. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒത്തിരി ഈ ഒരു തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി കുറേ നാളുകളായി നടക്കുന്നുണ്ട്. പലരുടെയും ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോയി നമ്മൾ ചെയ്യുന്നൊരു കാര്യം അത് ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമുക്കുണ്ടാക്കാവുന്ന ഡാമേജ് ഇപ്പോൾ റൊണാൾഡോയുടെയോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി ചെയ്യുന്ന പോലെ ഒരു ഫേസ്ബുക്ക് ഡാമേജ് അല്ല, ഒരാളുടെ ജീവനെ ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ഒരു സഹോദരി, നമ്മുടെ ഒരു ഭാരതീയ, നമ്മുടെ ഒരു മലയാളി സഹോദരിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് അടിയന്തരമായി വിഡ്രോ ചെയ്യുക. കാരണം അവർ
പ്രകോപിതരായി തീർന്നാൽ നമ്മുടെ സഹോദരിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ വളരെ പണിപ്പെട്ട് രാജ്യത്തിൻ്റെ തന്നെ പൂർണ്ണമായ ഒരു എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. ഒരു രാജ്യത്തിന് മുഴുവൻ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. അതിനകത്ത് എല്ലാവരും ഇൻവോൾവ് ആണ്. അങ്ങനെ ഇൻവോൾവായി നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ വെല്ലുവിളിക്കുവാനോ നമ്മൾ അവളെ പ്രകോപിക്കുവാനോ പാടില്ല. സാഹചര്യം എന്തായാലും ഇങ്ങനൊരു സാഹചര്യത്തിലാണ് വന്നു നിൽക്കുന്നത്. അത് അവർക്കുണ്ടായ നഷ്ടം, ഇവിടെ നമ്മുടെ ഭാഗത്തുണ്ടായ നഷ്ടം, രണ്ടും നമുക്ക് ഒരേപോലെ അത് ബാലൻസ് ചെയ്തിട്ട് വേണം അവിടെ ഒരു നീതി നടപ്പിലാക്കുവാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ സഹോദരിമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ആരും ഒരു പ്രകോപനം സൃഷ്ടിക്കുവാൻ ശ്രമിക്കരുത്. ഞാനിന്ന് വളരെയധികം എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം, ഒരു മലയാളി ഇവിടെ ഫേസ്ബുക്ക് പേജ് എനിക്ക് കാണുവാൻ സാധിച്ചു. അദ്ദേഹം വളരെ ആവേശത്തോടെ ഇത് നടപ്പിലാക്കിയിരിക്കും. എത്ര പ്രവാചകന്മാർ വന്ന് ഇത് ആകാശത്ത് നിന്ന് വന്ന് ഇവിടെ താഴെ ഇറങ്ങി വന്നാലും ശരി, ഈ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായിപ്പോയി. ഈ തരത്തിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോട് അഭ്യർത്ഥനയാണ്, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമാണ് ഈ ഗതികേട് വന്നെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അവരബദ്ധത്തിൽ പെട്ടുപോയാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുമോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദയവ് ചെയ്ത് നമ്മുടെ ഒരു മലയാളിയുടെ ജീവൻ സംരക്ഷിക്കുവാനുള്ള ഈ ശ്രമത്തിൽ ആരും വിഘാതമായി നിൽക്കരുത്. ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അവർ 9 വർഷക്കാലം ജീവിച്ച ജയില്, ഒപ്പം നമുക്കറിയാം 16-ാം തീയതി മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് 15-ാം തീയതി ക്ഷമ കിട്ടുന്ന അല്ലെങ്കിൽ നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ ഒരു പ്രതികരണം? നമുക്കിത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? ആ സഹോദരി തന്നെ പിടിച്ചു നിൽക്കുന്ന വലിയ ഈശ്വര കാരുണ്യത്തിലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു സാഹചര്യത്തെ ആരും മുതലെടുക്കാനോ ആരും നിങ്ങൾ ഒരു ഫേസ്ബുക്ക് കമന്റ് ഇട്ടുകൊണ്ട് വിചാരിച്ച് അവരൊന്നും മാറാൻ പോകുന്നില്ല, മാറി ചിന്തിക്കാൻ പോകുന്നില്ല. അവർക്ക് നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ നഷ്ടം നമ്മുടെ ഭാഗത്തിന് മാത്രമാണ്, നമ്മുടെ സഹോദരിക്ക് മാത്രമാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ തീർച്ചയായും വളരെ പ്രസക്തമാണ് ആ കാര്യം. ശ്രീ സുഭാഷ് ചന്ദ്രൻ കെ ആർ, താങ്കൾ കഴിഞ്ഞ കുറേ വർഷമായി ആക്ഷൻ കമ്മിറ്റിയുടെ നിയമ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ ഇന്നലെയാണ് ആശ്വാസകരമായ ഒരു കാര്യമുണ്ടായത്. ആ ആശ്വാസം എന്ന് പറയുന്നത് പൂർണ്ണമായ ആശ്വാസമല്ല, അതേസമയം ഒരു അർത്ഥ ആശ്വാസം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് യമനിൽ അങ്ങേയറ്റം വൈകാരികമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ നിന്നുണ്ടാവുന്നത്. ആശാസ്യകരമായ കാര്യമല്ല അത്. ഒപ്പം ക്രെഡിറ്റ് ആർക്ക് എന്ന തർക്കം ഉണ്ടാവുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താകും? ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതിൽ ഇടപെട്ടതുകൊണ്ട് പുള്ളി അങ്ങനെ ഹീറോ ആവണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കുമോ ഇതിന് പിറകിൽ? അഭിലാഷ്, തീർച്ചയായും മാതൃഭൂമി TV-യിലൂടെ ആദ്യം തന്നെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഒരു അഭ്യർത്ഥന നടത്താനുള്ളത്, എല്ലാ മലയാളികളോടും ലോകത്തെമ്പാടുമുള്ള മലയാളികളോടും അഭ്യർത്ഥന നടത്താനുള്ളത്, നേരത്തെ ശ്രീ ചാണ്ടിയുമ്മൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണങ്ങൾ, നിമിഷയുടെ ജീവനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഞങ്ങൾ യമനിലെ ജനങ്ങളോടും അവിടുത്തെ ഗോത്രത്തലവന്മാരോടും ആ കുടുംബത്തോടും മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിമിഷ നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ തുറന്ന മനസ്സോടുകൂടി ഞങ്ങൾ മാപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരിക്കലും നിമിഷ കുറ്റം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു ആളല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഒരു സാഹചര്യത്തിൽ നിമിഷയ്ക്ക് അത്തരം ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമാകേണ്ടി വന്നു. ആ കുറ്റകൃത്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനോട് ഞങ്ങൾ വളരെ തുറന്ന മനസ്സോടുകൂടി ഞങ്ങൾ ആ കുടുംബത്തോടും ആ സമൂഹത്തോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങൾ അവർക്ക് ആവശ്യമായ ദയാന്തനം നൽകാൻ സന്നദ്ധമാണ് എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെയും ഇതിനകത്ത് ഇടപെടുന്ന എല്ലാവരുടെയും സമീപനം. ആ സമീപനത്തിൽ തന്നെ ആയിരിക്കണം എല്ലാ മലയാളികളുടെയും നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉള്ളത് എന്നുള്ള അഭ്യർത്ഥനയുണ്ട്. ഞങ്ങൾ 2 തരത്തിലുള്ള ചലഞ്ചുകളാണ് ഇതിനകത്ത് നേരിടുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വളരെ പോസിറ്റീവായി പോയിക്കൊണ്ടിരുന്ന ഒരു ചർച്ചയെ ഡീറെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ 2 തരത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കകത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഉൾപ്പെടെയുള്ള കമൻറ്റ് പോസ്റ്റുകൾക്ക് താഴെ പോയി അറബിയിൽ പോലും കമൻറ്റ് ചെയ്യുന്ന സാഹചര്യം, അത് അവർക്ക് മനസ്സിലാകണമെന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി നേരത്തെ അഭിലാഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ അവർക്കറിയുന്ന ഭാഷയിൽ പോയി കമൻറ്റ് ചെയ്യുക, അത് ഒരു തരത്തിലുള്ള ചലഞ്ച്. 2, ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകളെയും അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടായി അപ്പുറത്ത് നിൽക്കുന്ന യമനിൽ നിൽക്കുന്ന പ്രമുഖ സൂഫി വര്യന്മാരെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ വന്ന് നടത്തുന്ന പ്രസ്താവനകൾ,
ഇന്നലെ ഈ ഉത്തരവ് വന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇതിന്റെ ക്രെഡിറ്റിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ആ ചർച്ചകളെ മുന്നോട്ട് നയിച്ച് നമുക്കൊരു ഒരു ഒരു ഇടക്കാല ഉത്തരവ് പിന്നെ വാങ്ങിത്തരാൻ വേണ്ടി ലഭ്യമാക്കാൻ വേണ്ടി ഇടപെട്ട ആളുകളെ മോശമായ രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ പിന്നെ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ വരുമ്പോൾ അവരുടെ അനുയായികൾ, ആ സുഫി വര്യന്റെ ഒക്കെ അനുയായികൾ, ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരം അവർ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അപമാനം സഹിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ നമ്മൾ ഇടപെടുന്നത്? അവരുടെ രാജ്യത്തെ ഒരു പൗരൻ കൊല്ലപ്പെട്ടു ആ പ്രശ്നത്തിൽ ആ കുടുംബത്തെ പിന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവരെ ഇടപെടുന്ന സമയത്ത് അവരെ അപമാനിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹം തയ്യാറാകുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത്തരം ഒരു പിന്നെ ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് അവരുടെ അനുയായികൾ ചോദിക്കുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ മാറുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഞങ്ങൾ ഇന്നൊരു പത്രപ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തന്നെ വൈകിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളോടും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ ഈ ചാനലുകൾക്കകത്ത് നിങ്ങൾ എന്റർടൈൻ ചെയ്യരുത്. കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിൽ ഈ സങ്കുചിതമായ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവളെ ദയവായി എന്റർടൈൻ ചെയ്യരുത്. ആർക്ക് വേണമെങ്കിലും ആരാണോ അതിന്റെ ക്രെഡിറ്റ് എടുക്കേണ്ടത് ഞങ്ങൾ തന്നെ പറഞ്ഞോളാം. നിങ്ങളെ പേര് എഴുതി തന്നാൽ, ലിസ്റ്റ് എഴുതി തന്നാൽ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഞങ്ങൾ തന്നെ പറഞ്ഞോളാം ഇന്ന ആളുകളാണ് ഇത് നടത്തിയത് എന്ന് ഞങ്ങൾ പറഞ്ഞോളാം. അതായത് കാന്തപുരം ഉസ്താദിനും മർക്കസിനും അത്തരം ഒരു പിന്നെ ക്രെഡിറ്റ് വേണ്ട എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനകത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്കും അത്തരം ഒരു ക്രെഡിറ്റ് വേണ്ട. ആർക്കാണ് വേണ്ടത് എന്നാൽ അത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞോളാം. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും ഈ ചർച്ചകളെ ഡീറെയിൽ ചെയ്യുന്നതാണ്, ചർച്ചകളെ വളരെ ദോഷകരമായി ബാധിക്കുന്നതാണ്. നമ്മളെ സഹായിക്കാൻ തയ്യാറായി വന്നിരിക്കുന്ന ആളുകളെ മാനസികമായി പിന്നെ തളർത്തുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളും ഇടപെടലുകളുമാണ് നടത്തുന്നത്. അത് ഉണ്ടാകരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായി ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ശരി. ശ്രീ മുബാറക് റാവുത്തർ, കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ മലയാളിയായ നിമിഷപ്രിയ 9 വർഷമായി യമനിൽ ജയിലിൽ കഴിയുകയാണ്. അവരുടെ വധശിക്ഷ ഒഴിവാക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരും വിചാരിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ വ്യത്യസ്തമായ, അതായത് നീതി അവരുടെ പക്ഷത്തല്ല എന്ന അഭിപ്രായം വളരെ കുറച്ച് ആളുകൾ മാത്രമേ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കാസയുടെ കെവിൻ പീറ്റർ ആവട്ടെ, ശ്രീജിത്ത് പണിക്കർ ആവട്ടെ, സന്തോഷ് പണ്ഡിറ്റ് ആവട്ടെ, അതുപോലെ തന്നെ താങ്കൾ മുബാറക് റാവുത്തർ തുടങ്ങിയ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ മറിച്ചൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുള്ളൂ. എന്താണ് താങ്കളുടെ പ്രശ്നം? താങ്കളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നിറയെ ഈ നിമിഷപ്രിയക്കെതിരെയുള്ള ക്യാമ്പയിനാണ്. അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഒരു അപ്പുറത്തുള്ള യമനിലുള്ള ഒരാളെ ജയിലിൽ നിന്ന് രക്ഷിച്ച് മോചിപ്പിച്ച് ഒരു വലിയ ആളായി ഇവിടെ അവതരിപ്പിക്കപ്പെടേണ്ട എന്നുള്ളത് കൊണ്ടാണോ, അതോ ഒരു മുസ്ലിമിനെ കൊന്ന അമുസ്ലിം അങ്ങനെ രക്ഷപ്പെട്ടു പോകണ്ട എന്നുള്ളത് കൊണ്ടാണോ? എന്താണ് താങ്കളുടെ പ്രശ്നം? ഇതിനകത്ത് ആദ്യം തന്നെ പറയട്ടെ, എനിക്കിതിൻ്റെ അകത്ത് നിമിഷ എന്ന് പറയുന്ന ഇന്ത്യയുടെ സഹോദരി രക്ഷപ്പെടണം എന്ന് 100% ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതർത്ഥത്തിലാണ് വായിച്ചത് എനിക്കറിയില്ല. താങ്കൾ പിന്നെ ക്രെഡിറ്റ് ഈ നേരത്തെ ഇവിടെ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിലിട്ട കമന്റ്, അറബിയിലിട്ട കമന്റിന്റെ മലയാള പരിഭാഷ പലരും വായിച്ചു തന്നിട്ടുണ്ട്. നിമിഷപ്രിയ രക്ഷപ്പെടണം എന്ന അർത്ഥത്തിലായിരുന്നില്ല ആ പരാമർശങ്ങൾ. അതെന്താണ്? അതെന്താണ്? എന്താണ് താങ്കൾ പറയൂ, താങ്കൾ എന്താ ഉദ്ദേശിച്ചത്? താങ്കൾ എഴുതിയത് എന്താണ്? ഞാനിട്ട കമന്റ് എന്താണ് എന്നാണ് അഭിലാഷ് മനസ്സിലാക്കുന്നത്? അല്ല, താങ്കൾ ഇട്ട കമന്റ് എന്താണെന്ന് താങ്കൾ പറയൂ, എന്നിട്ട് ഞാനും വിശദീകരിക്കാം. ഞാൻ പറയാം. ഞാൻ പിന്നെ അബ്ദുൽ ഫത്താഹ് മെഹദി എന്ന് പറയുന്ന തലാലിന്റെ സഹോദരൻ ഇന്നലെ രാത്രി നാളെ രാവിലെ 9 മണിക്ക് തന്നെ എക്സിക്യൂഷൻ നടക്കും, എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജുകൾ ഇല്ല എന്നതിന്റെ താഴെ ഞാനൊരു റെഡ് ഡോട്ട് മാത്രമാണ് ഇട്ടത്. ഒരു മറുപടി വന്നു. അതിനുശേഷം താങ്കൾ അതിൽ അറബിയിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? പൂർത്തിയാക്കട്ടെ. താങ്കൾ എഴുതിയിരിക്കുന്നത് ഒരു അറബി പൗരൻ. അപ്പൊ താങ്കൾ ചിരിക്കേണ്ട എന്ന് പറയുമ്പോ ഞാനത് പൂർത്തിയായിക്കോട്ടെ. കൂട്ടുകാരാ, ഞാൻ ചിരിക്കുകയല്ല, ഞാൻ നിങ്ങളോടൊപ്പമാണ്. നിങ്ങളെ പരിഹസിച്ചിരിക്കുന്നവർ കാന്തപുരത്തിന്റെ അണികളാണ്. അവരാണ് ഈ വിഷയത്തിൽ എന്നെ ആക്ഷേപിക്കുന്നതും കളിയാക്കുന്നതും. ഞാനിത് പൂർത്തീകരിച്ചോട്ടെ. അതിൻ്റെ അകത്ത് എൻ്റെ ആ റെഡ് ഡോട്ടിന് വന്ന് കാന്തപുരം വിഭാഗത്തിന്റെ അണികൾ വന്ന് ഇമോജി ഇടുകയാണ്. ഇമോജി ഇടുമ്പോൾ അതിൻ്റെ അകത്ത് സൗദി പൗരനായ ആ അറബി വന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്നെ മെൻഷൻ ചെയ്ത് കമന്റ് ചെയ്യുന്നു, എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലൊരു പോസ്റ്റിൽ വന്ന് കമന്റ് ചെയ്തതെന്ന്. ഞാൻ അതിനാണ് മറുപടി പറഞ്ഞത്, സഹോദരൻ, ഞാൻ ഈ പോസ്റ്റിനല്ല
ഞാൻ പിന്നെ എന്താണ് ചിരിച്ചത്, പോസ്റ്റിനെതിരെ അല്ല ചിരിച്ചത്, മറിച്ച് കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾ വന്ന് എനിക്കെതിരെ പിന്നെ എന്താണ് കളിയാക്കലുകൾ നടത്തുമ്പോൾ അവരാണ് ചിരിക്കുന്നത്, ഞാനല്ല എന്നുള്ളതാണ് ഞാൻ അവിടെ എഴുതിയത്. നിങ്ങളത് കൃത്യമായിട്ട് വായിച്ചു നോക്കിക്കോ. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കാന്തപുരം ഉസ്താദിന്റെ അനുയായികളാണ് അവിടെ ചിരിക്കുന്നത്, ഞാനല്ല. ഞാൻ അവിടെ റെഡ് ഡോട്ട് മാത്രമാണ് ഇട്ടത്. എൻ്റെ കമന്റിന് വന്നിട്ടാണ് അവർ ചിരിക്കുന്നത് എന്നാണ് അത് സൗദി പൗരനാണ്, അത് യമൻ പൗരൻ പോലും അല്ല. അദ്ദേഹം വന്ന് ചോദിച്ചതിന് ഞാൻ മറുപടി ഇട്ടതാണ്. ഞാനതിൽ വേറെ ഒന്നും അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന് മാത്രമാണ് കമന്റ് മറ്റ് കമന്റുകളും മറ്റ് എഴുത്തുകളും ഒക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഈ വിഷയത്തിൽ കൊല്ലപ്പെട്ട ആൾ എന്റെ സഹോദരനാണെങ്കിൽ ഞാൻ ക്ഷമിക്കുമോ, വധിച്ചേ തീരൂ എന്നൊക്കെ താങ്കൾക്ക് സംശയം തോന്നുന്നുണ്ടല്ലോ. എന്താണ് ഞാൻ അതിന്റെ ബാക്കി എന്താണ് പറയൂ. എന്താണ് താങ്കൾ കുടുംബം എന്നതിന്റെ ബാക്കിയുണ്ട്. ഞാൻ മെഹദി കുടുംബത്തിന്റെ വക്താവായ എന്താണ് അദ്ദേഹവുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞതാണ്, ആകാശത്ത് നിന്ന് ഇതിനു വേണ്ടി ഒരു പ്രവാചകനെ നിയോഗിച്ചാൽ പോലും ഞങ്ങൾ കിസാസ് നടപ്പാക്കും, ഞങ്ങൾ ഈ വധശിക്ഷ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതിനെ കോട്ട് ചെയ്ത് മുകളിൽ എഴുതിയതാണ്. അത് ഞാൻ നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം നടത്തിയ വാക്കുകൾ നിങ്ങൾ ആ ഇന്റർവ്യൂ അദ്ദേഹമാണത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഓൾറെഡി അവിടെ എന്റെ അഭിപ്രായമല്ല, അത് ഇത്രയധികം ആളുകൾ നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആരുടെയും ബന്ധുവൊന്നും അല്ലല്ലോ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയോ ചാണ്ടി ഉമ്മന്റെയോ രക്തബന്ധമുള്ള ആളൊന്നുമല്ല നിമിഷപ്രിയ. നമ്മുടെ ഒരു സഹോദരിയാണ്, അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നു എന്ന ആ ഒരു വലിയ കാര്യത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. താങ്കൾ ഇത്രയും ബുദ്ധിമുട്ടി ഈ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയിട്ട് ഈ പറയുന്ന റെഡ് മാർക്ക് ഇടുന്നു, അതിന് താങ്കളുടെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ വരുന്നു, അതും അറബി ഭാഷയിൽ താങ്കൾ അത് വിശദീകരിക്കുന്നു, ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്ന് അവരോട് പറയുന്നു. ഇതിന്റെയൊക്കെ കാര്യം എന്താണ്, ഇതിന്റെ ഇന്റൻഷൻ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോടൊപ്പമാണെന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കത് കാണിക്കാനും സാധിക്കില്ല. ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത്, സഹോദരൻ ഞാനല്ല ചിരിക്കുന്നത്, കാന്തപുരം ഉസ്താദിന്റെ അനുയായികളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എവിടെയും ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്ന നിമിഷപ്രിയ വധിക്കണം എന്ന് പറയുന്ന ആളുകളെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു വാക്കോ ഒരു വരിയോ ഫേസ്ബുക്കിൽ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല. താങ്കളുടെ ഫേസ്ബുക്ക് നിറയെ വധിക്കണം എന്ന് പറയുന്ന ആളുകളുടെ വേർഷനാണ്. ഇപ്പോൾ മെഹ്ദി കുടുംബത്തിന്റെ ഔദ്യോഗിക വക്താവും യമൻ മാധ്യമ പ്രവർത്തകനുമായ സർഖാനുമായി ഞാൻ നടത്തിയ വീഡിയോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുകയാണ്, ആകാശത്ത് നിന്ന് പ്രവാചകരെ അയച്ചാലും വധശിക്ഷ ഞങ്ങൾ നടപ്പാക്കും മെഹ്ദി കുടുംബം. ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഈ വധശിക്ഷ എങ്ങനെയെങ്കിലും ഒഴിവാക്കുമോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുമോ എന്ന ആഗ്രഹ ചിന്തയാലിരിക്കുമ്പോൾ ഈ ആകാശത്ത് നിന്ന് പ്രവാചകരെ അയച്ചാലും വധശിക്ഷ നടപ്പാക്കും എന്ന് ഇവരെ കോട്ട് ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നതിന് പിന്നിലുള്ള ഇന്റൻഷൻ എന്താണെന്നാണ് എന്റെ ചോദ്യം. അവരുടെ കുടുംബത്തിന് മെഹദി കുടുംബത്തിന് തലാൽ മെഹദി കുടുംബത്തിന് അങ്ങനെ ഒരു വേർഷൻ ഉണ്ട് എന്ന് ആളുകൾ അറിയണ്ട എന്നുള്ളതാണ് അഭിലാഷിന്റെ പക്ഷം. അവരുടെ വേർഷൻ പറയുന്നുണ്ടല്ലോ, അവർക്ക് സ്വന്തമായി പറയാനുള്ള ഭാഷാശേഷി ഉണ്ട്, അവരത് ഇംഗ്ലീഷിലും, ആ സഹോദരൻ ഇംഗ്ലീഷിൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ താങ്കൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പൊ താങ്കൾ മാത്രമൊന്നുമല്ല, ചില ആളുകൾ അവിടെ പോയി ആ മനുഷ്യരെ, അവിടുത്തെ മനുഷ്യരെ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് സാന്ത്വനിപ്പിച്ച് ഈ പ്രശ്നമൊന്ന് ഒഴിവാക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവരെ പ്രകോപിപ്പിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും അവരോട് നിങ്ങൾ ഒരു കാരണവശാലും മാപ്പ് കൊടുക്കരുത് എന്ന നിലയെ സ്വീകരിക്കണം എന്ന നിലയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ പൊരുളെന്താണ്? വേറൊരാൾ താങ്കളല്ലേ, വേറൊരാൾ ആ സഹോദരനോട് പോയി പറയുന്നത് നിങ്ങൾ ഈ സ്വന്തം സഹോദരന്റെ രക്തം വിറ്റ് ജീവിക്കാൻ പോവാണോ, പൈസ ഉണ്ടാക്കാൻ പോവാണോ എന്നാണ് ഒരു മലയാളി, അതും ദാറുൽ ഹുദയിൽ പഠിച്ച ഒരാൾ. എന്താ ഇതിന്റെയൊക്കെ കാര്യം? എന്താ അത് അവരോട് ചോദിക്കണം. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ പിന്നെ അദ്ദേഹവുമായിട്ട് അവരുടെ കുടുംബത്തിന്റെ വക്താവുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്ന ശൈലിയും ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ സഹോദരിയായ നിമിഷപ്രിയയെ ഞങ്ങൾ ബ്ലഡ് മണി തന്നാൽ നിങ്ങൾ പിന്നെ അവരെ എക്സിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അദ്ദേഹം അപ്പോഴാണ് അതിന് മറുപടി പറയുന്നത്. ഈ പറയുന്ന ഈ വധശിക്ഷ നടപ്പാക്കപ്പെടും എന്ന കാര്യത്തിൽ വല്ലാതെ അങ്ങ് സന്തോഷവും ആവേശവും കണ്ടെത്തുന്നത് പോലെയാണ് താങ്കൾ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് തലാലിന്റെ സഹോദരനെ കോട്ട് ചെയ്തുകൊണ്ട് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതില് ചെയ്തിട്ടേ ഇല്ല.
തലാലിന്റെ സഹോദരനെ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, ഞങ്ങളുടെ മേഖലയുമായും സഭയുമായും ബന്ധപ്പെട്ടവർ ഉൾപ്പെടെ ചില കക്ഷികൾ നീതി തടസ്സപ്പെടുത്താനും പ്രതികാരം മാറ്റിവെക്കാനും നിരന്തരം ശ്രമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്നിരുന്നാലും എല്ലാവർക്കും ഞങ്ങൾ ഉറപ്പു നൽകുന്നു, ശിക്ഷ നിശ്ചയിച്ച തീയതിയിൽ നടപ്പാക്കിയാലും ഏതെങ്കിലും കാരണത്താൽ മാറ്റിവെച്ചാലും പ്രതികാരം അനിവാര്യമാണ്. പേനകൾ ഉയർത്തി, പേജുകൾ ഉണങ്ങി. ഈ പ്രതികാരം അനിവാര്യമാണ് എന്ന നറേറ്റീവ് ഇങ്ങനെ പുഷ് ചെയ്യാൻ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, താങ്കളുടെ ഇന്റൻഷൻ എന്താണ്? താങ്കളുടെ പ്രേരണ എന്താണ്? താങ്കളുടെ ഉദ്ദേശം എന്താണ്? അത് തലാൽ മഹദി എന്ന് പറയുന്ന വധിക്കപ്പെട്ട ആളുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ പോസ്റ്റാണത്. അതേപടി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ ഇടുക, ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ട് എന്ന് സമൂഹത്തോട് പറയുക. ഇവിടെ ഇങ്ങനെ ഒരു വേർഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നടക്കുന്ന വലിയൊരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ക്യാമ്പയിന്റെ മറുപുറത്ത് ഈ കുടുംബത്തിന്റെ വേർഷൻ ഇതാണ് എന്ന് പറയാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിമിഷപ്രിയ വധിക്കപ്പെടണമെന്നോ നിമിഷപ്രിയ ഖിസാസ് നടത്തണമെന്നോ ഒന്നും എനിക്ക് വാദമില്ല. അങ്ങനെ ഒരു വാദമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. ഇതിനെ ജേർണലിസ്റ്റിക്കായിട്ട് പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്ത, ഞാൻ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അതിനെ ജേർണലിസ്റ്റിക്കായിട്ട് പ്രൊഫഷണലായിട്ട് മാത്രമേ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ. അതിനെ ഒരു ഭീഭത്സവൽക്കരിച്ചുകൊണ്ട് ഇത് കാന്തപുരം വിഭാഗത്തിൽ മാത്രം എന്നുള്ള ആളുകൾ പറയേണ്ട സംഗതിയാണ്, മുബാറക് റാവുത്തർ പറയേണ്ട സംഗതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കപ്പെടുന്ന, സൈബർ ആക്രമണം നടത്തുന്ന ആളുകളുടെ പോസ്റ്റ് എടുത്ത് വെച്ചിട്ടാണ് അഭിലാഷ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്. അതിനെ സംബന്ധിച്ച് താങ്കളെ സൈബർ ആക്രമണം നടത്തിയ ഒരു പോസ്റ്റ് ഉദ്ധരിച്ചില്ല. ഞാൻ ഈ വായിച്ചതൊക്കെ താങ്കളുടെ തന്നെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലെ താങ്കൾ തന്നെ എഴുതിയ കാര്യങ്ങളും താങ്കൾ പോയി താങ്കൾ ഇട്ട കമന്റുമാണ്. അല്ലാതെ ഞാൻ വേറെ ഒരാളും പറഞ്ഞ ഒരു കാര്യം ഉദ്ധരിച്ചില്ല, താങ്കളെ മാത്രമേ ഉദ്ധരിച്ചുള്ളൂ. ഞാനിത് രണ്ടും കഴിഞ്ഞു. എന്താണ് ഞാൻ തലാലിന്റെ കുടുംബത്തിന്റെ വേർഷൻ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ. പ്രതികാരം നിർവഹിക്കപ്പെടും. തലാലിന്റെ കൊലയാളിക്ക് ഒരു കാരണവശാലും രക്ഷ ഉണ്ടാവില്ല. അതിനിപ്പോ പ്രവാചകൻ ആകാശത്ത് നിറങ്ങി വന്നാലും വധശിക്ഷ നടപ്പാക്കപ്പെടും. അങ്ങനെ അതാണ് അതിൽ അഭിരമിക്കുക, അതിൽ വീര്യം കൊള്ളുക എന്ന കാര്യമേ താങ്കൾ ചെയ്തിട്ടുള്ളൂ. ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെ ഒരു വേർഷൻ ഇവിടെ ഉണ്ട് എന്ന് ആളുകളോട് പറഞ്ഞു എന്നതിനപ്പുറത്ത് നിങ്ങൾ അതിന്റെ താഴെ എന്നോട് ചോദ്യം ചോദിച്ച ആളുകൾക്ക് ഞാൻ ഇപ്പോഴും പ്രതീക്ഷയിലാണ് എന്നുള്ള മറുപടി കമന്റായിട്ട് അവിടെ ഉണ്ട്. അവിടെ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കി വായിക്കോ. ശരി, ഓക്കെ, അതാണ് അദ്ദേഹത്തിന്റെ മറുപടി. ശ്രീ ജവാദ് മുസ്തഫാഫി, ഇവിടെ ഇപ്പോൾ താങ്കളും യമനുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ആളാണ്, ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ആളാണ്. ഇവിടെ ഷെയ്ഖ് ഹബീബ് ഒമർ ബിൻ ഹാഫിദ് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന ഈ അനുനയ ശ്രമം ഒരു പക്ഷേ ആ ഗോത്രത്തിലെ മുതിർന്ന ആളുകളെ സ്വാധീനിച്ചേക്കാം. അദ്ദേഹം അവിടെ ബഹുമാന്യനായ ആളായതുകൊണ്ട് ആ വാക്കുകൾ കേട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിൽ സമാധാനം ഉണ്ടായേക്കാം, പുറത്തു കൊടുക്കപ്പെട്ടേക്കാം എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ വരെ. പക്ഷേ ഇപ്പോൾ ഇംഗ്ലീഷിലും അറബിയിലുമൊക്കെ യമൻ പൗരന്മാർക്കും അവിടെയുള്ള മനുഷ്യർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഉള്ള ചില കുത്തിത്തിരിപ്പുകൾ നടക്കുന്നത് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക? താങ്കൾ അവിടെ ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ഓക്കെ, ശ്രീ അഭിലാഷ്, ഞാൻ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഇതിൻ്റെ പാനലിസ്റ്റ് വായിച്ചത് മുതൽ മാനസികമായ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇടപെടാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. കാരണം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികൾ ഒരു പത്രക്കുറിപ്പ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, ഒരു മണിക്കൂർ മുമ്പോ മറ്റോ ഇറക്കിയിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വളരെ സുഗമമായി നടന്നുകൊണ്ടിരുന്ന ഒരു ചർച്ച സങ്കീർണമാകുന്നൊരു സ്ഥിതിവിശേഷം ഇന്നുണ്ടായി. 2 കാരണങ്ങളാണ്. ഒന്ന്, ഇത്തരത്തിലുള്ള ആളുകളുടെ അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ പോയിട്ടുള്ള മെസ്സഞ്ചറിലും മറ്റുള്ള പ്രകോപനപരമായി പ്രേരിപ്പിക്കുന്ന ചില പെരുമാറ്റങ്ങൾ ഉണ്ടായത് അത് അവിടെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികൾ പ്രസ് റിലീസിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ചില വ്യക്തികൾ അവിടെ നിലവിൽ ഇടപെടുന്ന ആളുകളുടെ പങ്കാളിത്തത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ ഇറക്കിയപ്പോൾ അത് സബ്ടൈറ്റിലൂടെ അവിടെ പ്രചരിക്കുകയും ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ കാരണവന്മാരെ ചെറുപ്പക്കാർ ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങളും വന്നത് കാരണമാണ് ഇന്നവിടെ ചർച്ചകൾ സങ്കീർണമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ, ഞാൻ മുബാറക്കിൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ വളരെ സ്തംഭിച്ചു പോയിരുന്നു. കാരണം ഇതേ മുബാറക്ക് എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ആളാണ്. അല്പമാസങ്ങൾക്ക് മുമ്പ് അസുഖബാധിതനായി സഹായം അഭ്യർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ആവശ്യമായത്ര ഫണ്ട് കളക്ട് ചെയ്തിട്ടില്ല എന്ന് എന്നോട് അറിയിച്ചപ്പോൾ ഞാൻ രണ്ടാമതും ആ വിവരം പങ്കുവെച്ചുകൊണ്ട്
പിരിവിന് ആഹ്വാനം ചെയ്തുകൊണ്ട്, സഹായം ആഹ്വാനം ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു. എനിക്ക് വ്യക്തിപരമായും സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഒരുപാട് വിയോജിപ്പുകളുള്ളൊരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ജീവനും ആരോഗ്യത്തിനും മാനുഷികമായി ഞാൻ നൽകിയ ഒരു പരിഗണനയുണ്ട്. അതെന്തുകൊണ്ട് അദ്ദേഹത്തിന് നിമിഷപ്രിയയോട് മറ്റു വ്യക്തികളോട് നൽകാൻ കഴിയുന്നില്ല എന്നതിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം വ്യക്തികൾ, ഇദ്ദേഹം പറയാണ് ഞാൻ ജേർണലിസ്റ്റിക് ആയിട്ടാണ് പെരുമാറിയത്, അവിടെയുള്ള ആളുകളുടെ വേർഷൻ എത്തിക്കേണ്ടതെന്നുള്ളത്. അവിടെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഇത് ഏത് വൈകാരിക പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു കേസാണ്. ഇതിൽ നമ്മൾ നടത്തുന്ന അപക്വമായ ഇടപെടലുകൾ ഉണ്ടാക്കുന്ന സങ്കീർണതകൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള പക്വത പോലും ഇല്ലാത്ത ആളുകളെ അവരാഗ്രഹിക്കുന്നത് ദൃശ്യതയാണ്. അപ്പോൾ അവർക്കത് നൽകിക്കൊണ്ട് അവരാഗ്രഹിക്കുന്ന, നമ്മൾ ഇത്തരം ചർച്ചകളിലേക്ക് അവരെ വിളിച്ചു വരുത്തുമ്പോൾ ഇത് നമ്മൾ ഈ ഇടപെടലുകൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. രണ്ടാമത് ഇവർ ആഗ്രഹിക്കുന്നത് ഇത്തരം ദൃശ്യതയാണ്. ഇത് ഇനിയും വരുന്ന ഇത്തരം കേസുകളിൽ ഇത്തരം അപക്വമായ ഇടപെടലുകൾ നടത്തി എങ്ങനെയെങ്കിലും നാലാളുകളുടെ മുമ്പിൽ മുഖം പ്രദർശിപ്പിക്കാം എന്ന ഇവരുടെ ത്വരയെ നമ്മൾ പ്രീതിപ്പെടുത്തി തുടങ്ങിയാൽ അതൊരു ശീലമായി മാറും. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ പൂർണ്ണമായി ബഹിഷ്കരിക്കുകയും അവർക്ക് ദൃശ്യത നൽകാതിരിക്കുകയും ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. അതാണ് മാധ്യമധർമ്മം എന്ന് ഞാൻ ആമുഖമായിട്ട് അഭ്യർത്ഥനയോട് ഓർമ്മിപ്പിക്കുകയാണ്. 5 വർഷമായി സുഭാഷ് ചന്ദ്രനെ പോലെയുള്ള അദ്ദേഹം ടി.വിയിൽ വന്നില്ലെങ്കിലും നോക്കൂ ശ്രീ ജവാദ്, ഇപ്പോൾ അറബി ഭാഷയിൽ തന്നെ വലിയ ക്യാമ്പയിൻ ഈ യമൻ പൗരന്മാരുടെ ഫേസ്ബുക്കിൽ പോയി നടക്കുകയാണല്ലോ, അല്ലാതെ സ്വന്തം ഫേസ്ബുക്ക് വാളിലല്ല, ആ അറബി പൗരന്മാരുടെ ഫേസ്ബുക്ക് വാളുകളിൽ പോയിട്ട് അറബി ഭാഷയിൽ ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. അതിൽ ഈ താഹിർ ചെമ്പുലങ്ങാട് എന്ന് പറയുന്ന ആൾ അവിടെ അയാളോട് ചോദിക്കുകയാണ്, ഈ സഹോദരനോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തെ അഭിമാനത്തെ ചോദ്യം ചെയ്യാണ്, നിങ്ങൾ സ്വന്തം സഹോദരന്റെ ചോര വിറ്റ് ആണോ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇദ്ദേഹം അല്ലാട്ടോ, വേറൊരാൾ, ഇത് മലയാളിയാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്, നമ്മളത് അഡ്രസ് ചെയ്യണം. ഞാനത് കണ്ടു. അല്ല, തീർച്ചയായും. പക്ഷെ ഇവരുടെ സംസാരങ്ങൾ ഞാൻ ആലോചിക്കുകയാണ്, ഇതെത്ര സങ്കീർണമായൊരു വിഷയം. യമനിലെ സൊസൈറ്റിയെ കുറിച്ച് ഇവർക്കറിയോ? പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റേറ്റ് സംവിധാനം ഇല്ല, ഒരു ട്രൈബൽ സൊസൈറ്റിയാണ്, വളരെ സങ്കീർണമായ. ഇപ്പം ഞാൻ അവിടെ 2 വർഷം ജീവിച്ച ഒരാളാണ്. അവിടെ ചെറിയൊരു വിഷയം ഉണ്ടായാൽ തന്നെ, ഇപ്പം ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ 2nd ഫ്ലോറിൽ നിന്ന് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരിക്കലും ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ അഥവാ ഇപ്പോഴത്തെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ വാഹനം ഒരു ദിവസം സന്ധ്യാസമയത്ത് തീവ്ര സെൽഫി ഗ്രൂപ്പുകൾ ആയുധധാരികൾ വന്ന് തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ 4 ഭാഗത്തുമുള്ള മരുഭൂമികളിൽ നിന്ന് സംഘമായി വരികയാണ്. അങ്ങനെയുള്ള അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും സാമൂഹ്യ ക്രമവും ഒക്കെ മറ്റൊന്നാണ്. ഇത് അത്യധികം വൈകാരികമായൊരു കേസാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ക്രൂരമായൊരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നിമിഷ എന്നത് പൂർണ്ണമായി നിരപരാധിയാണ് എന്നൊന്നുമല്ല നമ്മൾ വാദിക്കുന്നത്. മറിച്ച് അവിടെയുള്ള ശരീഅ ലോയിൽ നിയമപരമായി ഒരു പശ്ചാത്തപിക്കുന്ന ഒരു പ്രതിക്ക് കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ വധശിക്ഷയിൽ നിന്ന് മോചനം നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഔദാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും വധശിക്ഷ പോലെയുള്ള ശിക്ഷാ വിധികൾ എന്ന് പറയുന്നത് അപരിഷ്കൃതവുമാണ്. അപ്പോൾ ആ കൃത്യമായി ഒരാൾ നിരപരാധിയാണ് എന്ന അർത്ഥത്തിലൊന്നും അല്ല, അതിനപ്പുറത്ത് ആ നിയമത്തിന്റെ ആനുകൂല്യം വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത് ചർച്ചയിലേക്ക് വീണ്ടും അഡ്വക്കേറ്റ് ആഷിഖ് തൈക്കണ്ടി. അദ്ദേഹം കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിലധികമായി ഗൾഫിൽ നിയമം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ആ ലോയിൽ വളരെ കൃത്യമായി ധാരണയുള്ള ആളാണ്. അഡ്വക്കേറ്റ് ആഷിഖ്, ഇവിടെ ഇപ്പോൾ ശരിയ ലോ അനുസരിച്ച് ദിയാധനം നൽകിയാൽ അതിന് ആ കുടുംബം സമ്മതിക്കുകയാണ് എങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം എന്ന ഒരു അവസ്ഥയുണ്ട്. മുമ്പ് നമുക്ക് അങ്ങനെ കീഴ്വഴക്കം ഉണ്ടായിട്ടുണ്ട് താനും. ഇപ്പോൾ യമനിൽ നിമിഷപ്രിയ എന്ന മലയാളിയായ വ്യക്തി, അവർക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ അവരെ ഒരുപക്ഷെ തൂക്കിക്കൊല്ലേണ്ടതായിരുന്നു. ആ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടണം എങ്കിൽ ഇപ്പോൾ ഉള്ള സാധ്യത കുടുംബം ഈ ദിയാധനം വാങ്ങാൻ സമ്മതിക്കുക, അല്ലെങ്കിൽ അത് ഓക്കെ എന്ന് പറയുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പെർസ്വേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാനുള്ള, അവരെ അത് സമ്മതിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് എത്രമാത്രം ഫലപ്രദമാവും എന്നുള്ളതാണ്. അതിലെ നിയമപരമായ വശങ്ങൾ എന്തൊക്കെയാണ് ചുരുക്കത്തിൽ? കേൾക്കുന്നില്ല, താങ്കൾ മ്യൂട്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ ഓഡിയോ ലഭ്യമാവുന്നില്ല. ഞാനത് ഒന്നുകൂടി കണക്ട് ചെയ്തതിന് ശേഷം വരാം. എനിക്ക് തോന്നുന്നു താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇവിടേക്ക് ഓഡിയോ എത്താത്തതാവും പ്രശ്നമെന്ന് തോന്നുന്നു. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വളരെ പരിമിതമായ റോളെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് വഹിക്കാൻ കഴിയൂ. കാരണം യമൻ്റെ ഈ പ്രോവിൻസ് സന അടക്കമുള്ള ഭാഗങ്ങൾ ഒരു മിലീഷ്യയാണ് ഭരിക്കുന്നത്. ആ മിലീഷ്യയുമായി ഒരു രാജ്യത്തിന് നയതന്ത്ര ബന്ധമോ നേരിട്ടുള്ള ടോക്കോ പറ്റില്ല, അതിന് പരിമിതിയുണ്ട്. അതേസമയം നമ്മളെ സംബന്ധിച്ച് സൗദിയിലെ എംബസി, അതുപോലെ തന്നെ ഇറാനിലുള്ള ഇന്ത്യൻ കാര്യാലയങ്ങൾ, ഇവ ഒക്കെ വഴിയുള്ള സമാന്തരമായ മറ്റ് ചില മേഖലയിലൂടെയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ 100% ഫലം കാണുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഒരു കൃത്യമായ ഭരണകൂടമല്ല, സാധാരണ നിലയ്ക്കുള്ളൊരു ദേശരാഷ്ട്രത്തിൻ്റെ ഭരണകൂടം ഇല്ല. മൂന്നായി പിരിഞ്ഞു നിൽക്കുന്ന സംവിധാനങ്ങളാണുള്ളത്. ഇതൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് അവിടെയുള്ള അതാത് ഇടങ്ങളിലുള്ള ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളുമായി ബന്ധമുള്ളവരെ ഉപയോഗിക്കുക എന്ന സാധാരണ നടപടിക്രമമല്ലേ ഇവിടെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ശരിയായ ദിശയിലാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലിരുന്നിരുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ പുരോഗതി വളരെ ആശാവഹമാണ്. ഇവിടെ കൃത്യമായിട്ട് അഭിലാഷ് ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഗവൺമെൻറ്റിന് നേരിട്ട് ഒരു മിലീഷ്യ ഭരിക്കുന്ന സ്ഥലവുമായി അവരുമായിട്ട് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഓൾ പോസിബിൾ എഫേർട്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ആരെക്കൊണ്ടൊക്കെ സംസാരിക്കാൻ പറ്റുമോ അത് മുഴുവനും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഒരു രാജ്യം പ്രതിസന്ധിയിലാണ്. രാജ്യം നമ്മുടെ ഒരു സഹോദരി, നമ്മുടെ ഒരു പൗരൻ ഒരു വിദേശ രാജ്യത്ത് ഒരു വലിയ പ്രതിസന്ധി ഇരിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ രാഷ്ട്രീയവും മതവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അത് നമ്മൾ കഴിഞ്ഞ മാസം കണ്ടതാണല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എത്ര ആവേശത്തോടു കൂടിയാണ് നമ്മുടെ ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ കക്ഷികളും, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അതിശക്തമായിട്ട് വിമർശിക്കുന്നവർ പോലും ആ എഫർട്ടിൻ്റെ ഭാഗമായതും എങ്ങനെയാണ് എത്ര കമ്മിറ്റ്മെൻറ്റോടുകൂടി അവർ ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. നമ്മുടെ സമൂഹം അത് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു എഫർട്ടാണ് നമ്മൾ ഇന്നലെ വരെ കണ്ടത്. എനിക്ക് അത്ഭുതം തോന്നുന്നു ഇവിടെ നമ്മുടെ ഈ മലയാളിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രബുദ്ധ മലയാളി എന്നൊക്കെ പറയുമ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണമെന്നാണ് തോന്നുന്നത്. മറ്റുള്ളവർ പരിഹസിക്കും ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പം നിമിഷപ്രിയ തെറ്റ് ചെയ്തതാണ്, കൊടും ക്രൂരകൃത്യം ചെയ്തതാണ്, ഇതൊക്കെ പറയുന്നു. ശരി, അവർ ആ രീതിയിലുള്ള കുറ്റാരോപിതയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ അവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ഭാഗം പറയാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ? അവർക്ക് യഥാർത്ഥ നീതി അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള പശ്ചാത്തലം എന്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെയുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ നമ്മുടെ ഒരു മാനുഷിക സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർ ഒരു വധശിക്ഷയ്ക്ക് അർഹയല്ല അവർ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ നിയമമനുസരിച്ച് ആ രീതിയിൽ പോകുമ്പോൾ എങ്ങനെയൊക്കെ അവരെ സഹായിക്കാൻ കഴിയുമോ, രക്ഷിക്കാൻ, അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ട്. കൊല്ലപ്പെട്ടവരുടെ, അതായത് അവരുടെ അടുത്ത ബന്ധുക്കൾ മാപ്പ് കൊടുത്താൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന ഒരു ഓപ്ഷൻ അവിടെ ഉള്ളപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നു, അതിനവർ സഹിക്കുന്നു. അതിൻ്റെ അകത്ത് എന്തിനാണ് ഇത്ര വലിയ, അതും ഈ ശരിയ നിയമത്തിൻ്റെ തന്നെ ഭാഗമല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളുണ്ട്, നിയമവിരുദ്ധമല്ലല്ലോ. ശരിയ നിയമത്തിൻ്റെ തന്നെ ഭാഗമായ ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നു, നമ്മുടെ ഒരു സഹോദരിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനെന്തിനാണ് ഇത്രയധികം ബഹളം ഉണ്ടാകുന്നത്? എനിക്കത് മാത്രമല്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ലജ്ജ തോന്നിപ്പോവുകയാണ്. ഇവിടെ ഈ കഴിഞ്ഞ ഈ നിമിഷപ്രിയയുടെ ഈ ഇഷ്യൂ കുറേ നാളായിട്ട് ഉണ്ടല്ലോ, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഇവിടെ പലപ്പോഴും കുറച്ച് നാൾ മുമ്പ് കോഴിക്കോട്ടുകാരനായ അബ്ദുൽ റഹീം അല്ലേ, ആ ഇഷ്യൂ നമ്മുടെ ഇവിടെ വന്നതാണ്. റഹീം കറക്റ്റ്. ആ സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അഭിലാഷേ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ അവരുടെ പോയി അറബിയിലും ഇംഗ്ലീഷിലും അറിയാവുന്ന ലോകത്തുള്ള സർവ്വഭാഷയിലും പോയി നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നല്ലല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. വളരെ അങ്ങേയറ്റത്തെ ക്രൂരമായ ഒരു കുറ്റകൃത്യമായിരുന്നു അത്. അതായത് വികലാംഗനായ അല്ലെങ്കിൽ സംസാരശേഷി പോലും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ കൊന്നു എന്നുള്ളതായിരുന്നു ആ കേസ്. എത്ര വലിയ കുറ്റമാണത്! അപ്പോൾ
അവിടെ അതും ആ ശരിയായ നിയമത്തിൻ്റെ നിയമം അനുവദിക്കുന്ന രീതിയിലാണ് അവിടെയും അത് ഉപയോഗിച്ചത്. ഇവിടെയും അതല്ലേ ഉള്ളൂ, ഇവിടെയും അത് തന്നെയല്ലേ ഉള്ളൂ. തീർച്ചയായും ഇപ്പൊ കാന്തപുരം എങ്കിൽ അദ്ദേഹം ഈ നാട്ടിലെ ഒരു പ്രമുഖ പൗരനല്ലേ, അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രമുഖനായ ആളല്ലേ. അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഇതുണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോരോ സന്ദർഭങ്ങളിൽ ആണല്ലോ അതാത് കാര്യങ്ങളെ അല്ലെങ്കിൽ ആ സമയത്തെ നിലപാടുകളെ തീരുമാനിക്കേണ്ടത്. ഇവിടെ ഇപ്പോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഷെയ്ഖ് ഹബീബ് ഒമർ ബിൻ ഹാഫിൽ എന്ന് പറയുന്ന അദ്ദേഹം വളരെ സ്വാധീന ശേഷിയുള്ള ആളാണ് യമനിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ബന്ധം ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉചിതമായ കാര്യം. അത് ചെയ്യുന്നു. അതിനെ എന്തിനാണ് വേറൊരു തരത്തിൽ മറ്റാളുകൾ അവതരിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. വളരെ സ്വാഭാവികമായ ഒരു മനുഷ്യ സ്നേഹപരമായ ഒരു കാര്യം ഒരു പണ്ഡിതന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ചെയ്യുക. ഒന്നുകൂടി ഒറ്റ കാര്യം കൂടി വേറൊന്നുമില്ല. മറ്റേതെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു മിലീഷ്യയാണ് ഭരിക്കുന്നത്. അതുമാത്രമല്ല, മിലീഷ്യ എന്നുള്ളതിനെക്കാട്ടിലുപരി അതായത് 100% ഉള്ള ഒരു മതനിയമം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ആ ഭാഷയിൽ ആ വേവ് ലെങ്തിൽ അതേ വൈബിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന അവിടെ ബന്ധങ്ങളുള്ള ഒരാളിൻ്റെ സേവനം നമ്മുടെ രാജ്യം ഉപയോഗിക്കുന്നു. ശരി, അത് വേണ്ടേ? അതെന്തെല്ലാം കാര്യങ്ങളില്ല. എന്താണ് ഇതിൻ്റെ അകത്തെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം. ശരിയല്ല, മനുഷ്യ സ്നേഹികൾക്ക് ഒരു കുഴപ്പമില്ല, അല്ലാത്തവർക്ക് അക്കാര്യത്തിൽ ചില കുഴപ്പങ്ങളും ഒക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാവുന്നതും. അഡ്വക്കേറ്റ് ആഷിഖ് തൈക്കണ്ടി, ഇതിലെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വളരെ കൃത്യമായും ശക്തമായും ഒരു സഹോദരൻ നിലപാടെടുക്കുന്നു, ഒരു കാരണവശാലും ഞങ്ങൾ ഈ ബ്ലഡ് മണി വാങ്ങില്ല, മറിച്ച് നീതിയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പാക്കൽ എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് ഒരു സഹോദരൻ ഉറച്ചു നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ഇത് കാര്യങ്ങളെ സങ്കീർണമാക്കുമോ? ഈ സഹോദരനെ കൂടി സമ്മതിപ്പിക്കുക എന്നുള്ളതാണോ ഇനിയുള്ള വഴി? നമുക്ക് GCC നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിക പ്രിൻസിപ്പിൾ, ശരിയ ലോയുടെയൊക്കെ പ്രിൻസിപ്പിൾ എടുത്തുകൊണ്ട് ആണ് പലപ്പോഴും യമൻ അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ യമൻ ഇത്തരത്തിലുള്ള ഇസ്ലാമിക പ്രിൻസിപ്പിളായിട്ട് എടുത്തു പോകുമ്പോൾ ഇതിനെ കാറ്റഗറൈസ്, ക്രിമിനൽ കേസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഹുദൂദ് ക്രൈം, അതുപോലെ തന്നെ കിസാസ് ക്രൈം. ഹുദൂദ് ക്രൈം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഡിവൈൻ ഗോഡ് പറഞ്ഞിട്ടുള്ള നിയമവ്യവസ്ഥ എന്താണോ അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ ആ ശിക്ഷ കൊടുക്കുക. അതിനു മുമ്പ് ട്രയലും കാര്യങ്ങളും സാക്ഷി വിസ്താരവും ഒക്കെ ചെയ്യണം. ഇവിടെ കിസാസ് ക്രൈം എന്നുള്ള രീതിയിൽ ഇതിന്റെ കൊല ചെയ്യപ്പെട്ട ആളുടെ ലീഗൽ അയേഴ്സ്, ബന്ധുക്കൾ അവർ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ദിയാധനം വാങ്ങിക്കൊണ്ട് അവർക്ക് മാപ്പ് നൽകാമെന്ന് ഖുറാനിൽ തന്നെ വ്യവസ്ഥ ഉള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനെതിരെയായിട്ട് പല രീതിയിലും കേരളത്തിലെ കേരള സ്റ്റോറിയൊക്കെ വന്ന് അതിനുശേഷം കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി എന്താണെന്ന് കാണിക്കുവാൻ ശ്രീ ചാണ്ടി ഉമ്മനും കാന്തപുരം മുസല്യാരൊക്കെ ശ്രമിക്കുമ്പോൾ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള പല ആളുകളും ഉണ്ട്. ദയവ് ചെയ്ത് ഇവിടെ ഒരു മനുഷ്യ ജീവന് വേണ്ടിയാണ് കേരളമല്ല ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്നത്. ഇപ്പോഴും ആ കുടുംബം മാപ്പ് കൊടുത്താൽ മാത്രമേ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുകയുള്ളൂ. കാരണം യമൻ എന്ന് പറഞ്ഞ രാജ്യം കഴിഞ്ഞ കുറെ കാലമായി സിവിൽ വാറിലാണ്. അവിടെ ഇപ്പോൾ ഉള്ളത് ഒരു ഭരണകൂടം പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലാണ്, PLC ആണ്. 2022 മുൻ പ്രസിഡന്റായ അബ്ദുൾ റബ്ബ് മൻസൂർ ഹാദി പോയതിനു ശേഷം ഒരു കൃത്യമായ രീതിയിലുള്ള നിലപാടെടുക്കാൻ പറ്റാത്ത യമൻ പോലുള്ള ഒരു രാജ്യത്ത് സൗദിയുടെ അണ്ടറിലുള്ള സൗത്ത് യമനും നോർത്ത് ഹൂതികളുടെ അണ്ടറിലുള്ള നോർത്ത് യമനുമായി രാഷ്ട്രീയപരമായി തന്നെ വലിയ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ സാധാരണ രീതിയിൽ ആർക്കാണ് വധശിക്ഷ ഒഴിവാക്കാൻ സാധിക്കുന്നത്? ആ രാജ്യത്തെ പ്രസിഡന്റിനാണ്. പക്ഷെ ആ രീതിയിലുള്ള പ്രസിഡൻഷ്യൽ ആയിട്ടുള്ള നയതന്ത്ര ബന്ധം പോലും കാര്യമായിട്ടില്ലാത്ത യമനിൽ ഇത്തരത്തിൽ കാന്തപുരം ഉസ്താദിനെ പോലുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് മാനുഷികമായ പരിഗണനകൾ, ഖുറാന്റെ സൂക്തങ്ങളും ഖുറാനിൽ കാണിച്ചിരിക്കുന്ന കിസാസ് എന്നുള്ള രീതിയിൽ പല്ലിന് പല്ല്,
അതായത് ഐ ഫോർ ഐ എന്നുള്ള രീതിയിലുള്ളതാണ് കിസാസ്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്നുള്ള നിയമത്തിൽ പറയുമ്പോൾ തന്നെ ശരീഅത്തിൽ പറയുന്നുണ്ട് ദിയാധനം വാങ്ങിക്കൊണ്ട് മാപ്പ് കൊടുക്കാം എന്നുള്ളത്. അങ്ങനെ ദിയാധനം കൊടുത്ത് മാപ്പ് കൊടുക്കാനുള്ള ചർച്ചകൾ നടത്തുമ്പോൾ ഇവിടെ എനിക്ക് മുബാറക്കിനെ കൂടുതൽ അറിയില്ല. അത്തരത്തിലൊരു കാര്യം മുബാറക്കിനെ പോലുള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ആക്ടിവിറ്റീസ് ആര് തന്നെയായാലും അവരെ എന്നും പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പോലും പാടില്ല അഭിലാഷ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ഒരു ജീവന് വേണ്ടി കേഴുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. നിമിഷപ്രിയ എന്ത് തെറ്റു ചെയ്തു, എന്ത് കാര്യങ്ങൾ ചെയ്തു, എത്ര മാസം ജയിലിൽ അവർ അനുഭവിച്ചു എന്നുള്ളതൊക്കെ ഓരോ മനുഷ്യന്റെയും സാഹചര്യം കൊണ്ടാവുന്നതാവാം. നമ്മൾക്കറിയാത്ത എന്തൊക്കെയോ കഥകൾ അവർക്കുണ്ടാവാം. പക്ഷെ അവിടെ നീതിന്യായ വ്യവസ്ഥയിൽ ഖുറാന്റെ സൂക്തങ്ങളിൽ ശരിയാ ലോ പ്രകാരം ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അർഹത കിട്ടുന്ന ഈ ഒരു സമയത്ത് മലയാളികളായ എല്ലാ ആളുകളും, ഇന്ത്യക്കാരായ എല്ലാ ആളുകളും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയത്ത് വളരെ യാദർശികമായിട്ട് ഒരു ഉസ്താദിന്റെ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ ഈ കാലഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാ മലയാളികളും, എല്ലാ കേരളക്കാരും സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവായി പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. ഇത് ഇസ്ലാമിക നിയമത്തിന് അവരുടെ ബന്ധുക്കൾ മാപ്പ് കൊടുക്കാത്ത കാലത്തോളം ഇനി ഇവിടുത്തെ യമനിലെ ഭരണകൂടത്തിന് ഇടപെടാൻ പറ്റാത്ത സ്ഥിതിയിൽ, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം താറുമാറായിരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഇന്ത്യൻ കോടതിയിലെ സുപ്രീം കോടതിയിലോ ഏതെങ്കിലും ഒരു വിധി പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടപെടലുകൾ കണ്ടുകൊണ്ട് മലയാളികൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. തീർച്ചയായും മലയാളികൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് എന്നുള്ള കാര്യം അവിതർക്കിതമാണ്. തീർത്തും ശരിയാണ് ശ്രീ ആഷിഖ് തൈക്കണ്ടി പറഞ്ഞ കാര്യം. ശ്രീ ചാണ്ടി ഉമ്മൻ ഇവിടെ പറഞ്ഞതുപോലെ യമൻ പ്രസിഡന്റിന് അധികാരമുള്ള മേഖലയല്ല, ഉത്തര യമനാണ്. ഹൂത്തികൾക്കാണ് അവിടെ ഭരണ നിയന്ത്രണമുള്ളത്. അതും വളരെ സങ്കീർണമായ ഗോത്ര വിഭാഗങ്ങളുടെ നിയമം നടപ്പാകുന്ന അല്ലെങ്കിൽ അവരുടെ ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഇടമാണ്. അപ്പോൾ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അവരെ കൺവിൻസ് ചെയ്യിക്കുക, ഉദാരമായ സമീപനത്തിന് അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഗുണപരമായി തന്നെ വന്ന് ഭവിക്കുന്നുണ്ട് എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? ഇവിടെ ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എടുത്തിട്ടുള്ള ശ്രമങ്ങളെ അവിടുത്തെ തന്നെ മാധ്യമങ്ങൾ കൃത്യമായും അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ മോഡിൽ, അതായത് ആ കുടുംബത്തെ കൺവിൻസ് ചെയ്യിക്കുക എന്ന മോഡിൽ മുൻപോട്ട് പോയാൽ ആത്യന്തികമായി വിജയമുണ്ടാകും, പ്രതീക്ഷ ഉണ്ടാകും എന്ന് തോന്നുന്നോ? തീർച്ചയായിട്ടും അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫൈനൽ സൊല്യൂഷൻ. ബിക്കോസ് അവരുടെ കയ്യിലാണ് ഇനി നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ ഉള്ളത്. ആ ലൂപ്പ് ഹോള് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യണം. ആ കൺവിൻസിങ്ങിന് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇപ്പം നമുക്കറിയാം, ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, ഈ വാർത്ത വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കുറേ ദിവസങ്ങൾ മാത്രമല്ല, ഈ വാർത്ത വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച കാര്യമാണ്. അവിടെ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം വിവിധ ചേരിയിലുള്ളവർ ഒന്നിച്ചു വരുന്ന കണ്ടില്ലേ? മുഖ്യമന്ത്രി കത്തയച്ചു, ഗവർണർ സജീവമായി ഇടപെട്ടു, സജീവമായി ആൾക്കാരോട് സംസാരിച്ചു, പല രാജകുടുംബങ്ങളുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന് ചെയ്യാവുന്ന അദ്ദേഹത്തെ ലീഗൽ സ്പിരിച്വൽ സർക്കിൾസിൽ ആ കാര്യങ്ങളിൽ ഇടപെട്ട് ശക്തമായി വലിയ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ, അതുപോലെ തന്നെ സാജൻ ലത്തീഫ് എന്ന് പറഞ്ഞ വ്യവസായ പ്രമുഖൻ, അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാവുന്ന അദ്ദേഹം ചെയ്യുമ്പോൾ, പല ആൾക്കാർ ദീപ ജോസഫ്, സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ളവർ അവരെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ചെയ്യുമ്പോൾ, മറുവശത്തെ ഇങ്ങനൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. നിങ്ങൾ ഓർത്ത് നോക്കൂ, മറ്റൊരു രാജ്യത്തായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇതിൻ്റെ സാധ്യത? നമുക്കറിയാം, ഊഹത്തിന് നമുക്ക് അമേരിക്കയിലെ ഒരു പൗരനെ നോർത്ത് കൊറിയ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു സാഹചര്യമാണ്. അമേരിക്കൻ സിറ്റിസൺ ആ നോർത്ത് കൊറിയൻ്റെ ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്താൽ എന്തായിരിക്കും അമേരിക്കയിലെ റിയാക്ഷൻ? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് മാത്രമേ സംഭവിക്കൂ, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമേ സംഭവിക്കൂ, മറ്റൊരു സംസ്ഥാനത്ത് സംഭവിക്കത്തില്ല. നമ്മുടെ ഒരാൾ ജീവന് വേണ്ടി നിൽക്കുക, ആ ജീവന്റെ വില മനസ്സിലാക്കുന്നവർക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ സാധിക്കത്തില്ല. അതിൻ്റെ എന്ത് വശം വേണേ ആയിക്കോട്ടെ, അത് നിങ്ങൾ പബ്ലിഷ് ചെയ്യരുത്. എനിക്ക് അത് മാത്രമേ റിക്വസ്റ്റ് ഉള്ളൂ. നിങ്ങൾക്കതൊരു അവരുടെ വോയിസ് ഇവിടെ അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ അവരുടെ രാജ്യത്തുണ്ടാവുന്ന ഇമ്പാക്റ്റ്, ഈ രാജ്യത്തുണ്ടാവുന്ന ആൾക്കാരുടെ ഇമ്പാക്റ്റ്, ആ കുടുംബത്തിൻ്റെ മനസ്സിൽ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ ഇങ്ങനെ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ ആ വാർത്ത കേട്ട് ഞാൻ ഷോക്ക്ഡായിപ്പോയി. കാരണം നമ്മളിവിടെ വളരെ എഫേർട്ട് എടുക്കുമ്പോൾ യമനിൽ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കാവുന്ന ഒരു വാർത്ത, കേരളത്തിൽ ആ കുടുംബത്തിനുൾപ്പെടെ വളരെ വിഷമം ഉണ്ടാക്കാവുന്ന ഒരു വാർത്ത, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പ്രൊവോക്കേഷൻ ഉണ്ടാകുന്ന ഒരു വാർത്ത വരുമ്പോൾ അത് തീർച്ചയായിട്ടും
വളരെയധികം വിഷമമുണ്ടാക്കുമ്പോൾ ഒത്തിരി പേര് എന്നെ ഇത് കണ്ട് വിളിച്ചു. എന്നെ ഒത്തിരി പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ നടക്കുന്നു, ഇത് അവോയ്ഡ് ചെയ്യണം. ഓരോരുത്തരും നമ്മുടെ കമൻറ്റുകൾ ഇടുന്നു, അതും ഇതും പറഞ്ഞ് കമൻറ്റ് ഇടുന്നു, അവരുടെ പ്രൊവോക്കേഷൻ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ എല്ലാവരും ചേർന്നൊരു രാജ്യം മുഴുവൻ, രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ മുഴുവൻ അവർക്ക് ചെയ്യാവുന്നത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി അത് തകർക്കുന്നത് ഒരു നല്ലൊരു കാര്യമല്ല. അത് നമ്മുടെ ഒരു കുടുംബത്തിൽ നമ്മുടെ ഒരു സഹോദരിക്ക് നമ്മളെ എംപത്തറ്റിക് ആവണം. എനിക്ക് അതാണ് പറയാനുള്ളത്. എംപത്തറ്റിക് ആവണം ഈ സിറ്റുവേഷനിൽ. അവരുടെ ഷൂസിലോട്ട് കയറി നിന്നിട്ട് അതൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഒരു സഹോദരി ഇങ്ങനൊരു അവസ്ഥ വന്നാൽ നമ്മളൊരു കമൻറ്റോ നമ്മുടെ ഒരു ആവശ്യമോ ഇങ്ങനെ ഉന്നയിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് വളരെ വളരെ സെൻസിറ്റീവായിട്ടൊരു മാറ്ററാണ്. ആ സെൻസിറ്റീവ് മാറ്ററിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഹപ്രവർത്തകർക്ക് ഇത് ഉണ്ടാവുമ്പോൾ അത് വളരെ എമ്പതിയോടുകൂടി കാണണം എന്നുള്ളതാണ് അഭ്യർത്ഥന. ഇനിയെങ്കിലും ഈ തരത്തിലെ സോഷ്യൽ മീഡിയ ആര് വേണമെങ്കിൽ ഇതിനകത്ത് ഇൻവോൾവ് ആവട്ടെ. ഞാനതാ പറയുന്നത്, എല്ലാ പിടിവള്ളിയും ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞത്, ഞാൻ അമേരിക്കൻ സ്പീക്കറിനുൾപ്പെടെ ഇന്ത്യയിലെ ഇന്നും ബ്രിട്ടീഷ് പാർലമെന്റിലെ MP-യോട് ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറയാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കൊണ്ട് ഉപയോഗിക്കാവുന്ന എല്ലാ സോഴ്സും ഈ കാര്യത്തിൽ ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരാൾ പോലും അവരെ പ്രൊവോക്ക് ചെയ്യരുത്, ഒരാൾ പോലും ഇങ്ങനത്തെ കമൻറ്റുകൾ ഇടരുത്. കാരണം ഇതൊരു രാജ്യത്തിൻ്റെ എഫേർട്ടാണ്. അതിൻ്റെ ന്യായമന്യായങ്ങളിലേക്ക് ഒന്നും നമുക്ക് കടക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ സാഹചര്യം എന്താണെന്നോ അവരുടെ വശം എന്താണെന്നോ നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ മാധ്യമങ്ങൾ വന്ന കാര്യം മാത്രമാണ് കേട്ടത്. ഞാനിന്നൊരു ഡോക്ടർ ചെറിയാനോടുമായിട്ട് സംസാരിക്കും. അദ്ദേഹം 6 ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തു കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ആളാണ്. ഈ സാജൻ ലത്തീഫ് ഈ കുടുംബത്തിൻ്റെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ തയ്യാറായ ആളാണ്. യമനി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യമനിലെ ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ കുറച്ച് സ്ഥലം വരെ കൊടുക്കാൻ തയ്യാറായ, അങ്ങനെ യമനിലെ ആൾക്കാർ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇടപെട്ട് നിമിഷപ്രിയയ്ക്ക് നീതി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആളുകൾ ഈ കാര്യത്തിൽ ഇങ്ങനൊരു സമീപനം എടുക്കരുത്. അത് വലിയ അന്യായമായിരിക്കും. നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം. നമ്മളെ സംബന്ധിച്ചൊരു കമൻറ്റാ, ഒരു പോയിന്റ് ഞാനിത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം. നമ്മളെ സംബന്ധിച്ച് ഈ വരുന്ന ആള് ഒരു കമന്റ് ഇടുക, പക്ഷെ ഇത് വായിക്കുന്ന ആൾക്ക് അവരുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്, അവരുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് അത് ആലോചിച്ചിട്ട് മാത്രമേ ഒരു കമന്റ് പോലും ഇടാവുള്ളൂ. ഈ കാര്യത്തിൽ വളരെ സംയമനം പാലിക്കണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും. ശ്രീ ജവാദ് മുസ്തഫാഫി, എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ മുമ്പില്ലാത്ത ഒരു കാര്യം ഉണ്ടായത്? ഇപ്പൊ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ആക്ഷൻ കമ്മിറ്റിയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നമ്മുടെ പൊതു സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഈ വിഷയം ചർച്ചയായിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്തൊരു നെഗറ്റിവിറ്റി ഇപ്പോൾ വന്നതെന്നോടാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ അബ്ദുൾ റഹീമിന്റെ കാര്യത്തിലും ഇങ്ങനെയൊന്നും വന്നില്ല. ഇവിടെ ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇക്കാര്യത്തിൽ ഇടപെട്ടു. അപ്പോൾ ആ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുന്നു എന്ന് വന്നപ്പോഴാണോ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് പൊന്തി വരികയും വിമർശനങ്ങളുടെ രൂപത്തിലൊക്കെ അറബി ഭാഷയിൽ പോലും യമനിലടക്കം എത്തുകയൊക്കെ ചെയ്തത്? അതായിരിക്കുമോ ഇതിന്റെ ഒരു ട്രിഗറിംഗ് പോയിന്റ് എന്ന് തോന്നുന്നു? ഓക്കെ, ശ്രീ അഭിലാഷ്, ഞാൻ അതിൻ്റെ മുമ്പ് ശ്രീ ചാണ്ടിയുമ്മൻ കൂടിയുള്ള ചർച്ചയായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികളുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ശ്രീ സുഭാഷ് ചന്ദ്രൻ ഈ ചർച്ചയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ ഉൾപ്പെടെ ഞാൻ കേട്ടിരുന്നു. 5 വർഷമായി നിമിഷപ്രിയക്ക് വേണ്ടി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ടുള്ള ശക്തമായ നിയമ പോരാട്ടങ്ങൾ നടക്കുന്നു. അതിൻ്റെ മുമ്പ് കൗൺസിൽ രൂപീകരിക്കാതെ തന്നെയുള്ള ചില നീക്കങ്ങളും നടത്തുന്നുണ്ട്. സങ്കടകരമായൊരു വസ്തുത, ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച ശേഷം $40,000 കളക്ട് ചെയ്തുകൊണ്ട് കുടുംബവുമായി മധ്യസ്ഥ ചർച്ചയ്ക്ക് എന്ന പേരിൽ സാമുവൽ ജെറോം എന്ന വ്യക്തിക്കും മറ്റ് ചില അവരുടെ കൂടെയുള്ള ചില വ്യക്തികൾക്കും എംബസി മുഖാന്തരം ആക്ഷൻ കൗൺസിൽ കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ്, ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിൻ്റെ മുമ്പ് ഈ പാവം നിമിഷയുടെ അവരുടെ കുടുംബത്തിൻ്റെ വീട് പോലും വിറ്റ തുക നിയമ പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കൂടെയുള്ള വക്കീല് എന്ന് മറ്റും പറഞ്ഞുകൊണ്ട് അവർക്ക് കൈമാറിയിട്ടുണ്ട്. ആ കുട്ടി, നിമിഷപ്രിയയുടെ കുട്ടി, ഇപ്പോൾ താമസിക്കുന്നത് ഒരു അനാഥാലയത്തിലാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ഈ ദിവസം വരെയും ഈ ഇരയുടെ തലാലിൻ്റെ കുടുംബവുമായി സംസാരിക്കാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. 2 ദിവസം 3 ദിവസം മുമ്പാണ് ശ്രീ ചാണ്ടി ഉമ്മൻ MLA അവർകൾ തന്നെ ആദരണീയരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞ് കത്തയക്കുന്നത്. അതിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസരിയെ ശ്രീ സാബു പ്രസാദ് പോലെയുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികൾ ചെന്ന് സന്ദർശിക്കുന്നത്. അദ്ദേഹം ഇടപെട്ട് 72 മണിക്കൂറിനുള്ളിലാണ് ഈ ഒരു ഉത്തരവുണ്ടാക്കുന്നത്. അദ്ദേഹവുമായി അഗാധമായ സൗഹൃദമുള്ള ഈ കുടുംബം പോലും ആദരിക്കുന്ന ഒരു സൂഫി പണ്ഡിതൻ തൻ്റെ പ്രതിനിധികളെ
16 മണിക്കൂർ അപ്പുറമുള്ള ഈ ദമാർ തെരീം, ഈ യമനിലെ സൗത്ത് യമനിലെ തെരീമിലാണ് ഹബീബ് ഉമറിന്റെ ആസ്ഥാനം. അവിടെ നിന്ന് 16 മണിക്കൂർ അപ്പുറമുള്ള ഉത്തര യമനിലെ ദമാറിലേക്ക് പറഞ്ഞയച്ച് ഈ കുടുംബത്തോട് അനുനയ ചർച്ച നടത്തി വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ എത്തിക്കുന്ന ദിവസം ഇപ്പൊ നമ്മൾ മുബാറക് റാവുത്തറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളെ കുറിച്ചും ഒക്കെ ചാണ്ടി ഉമ്മൻ സർ ഇവിടുന്ന് വളരെ വ്യക്തമായി സംസാരിച്ചു. പക്ഷെ ഇവിടുത്തെ ആക്ഷൻ കൗൺസിൽ പോലും സംശയത്തിന്റെ നേലിൽ കാണുന്ന സാമുവൽ ജെറോം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വളരെ അവഹേളിക്കുന്ന രൂപത്തിൽ ഇന്ന് എന്തുകൊണ്ടാണ് യമനിലെ ചർച്ചകൾ സങ്കീർണമായതെന്നറിയോ? സത്യത്തിൽ റാവുത്തറിന്റെയും അത്തരം ആളുകളുടെയും പോസ്റ്റുകൾ വിഷയമായിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ വിഷയമായത് കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ഈ നിമിഷപ്രിയയുടെ ഉത്തരവാദപ്പെട്ട ആളാണ് എന്ന് പറയുന്ന സാമുവൽ ജെറോം ഈ കുടുംബത്തിന്റെ അനുനയത്തിന് വേണ്ടി ഇടപെട്ട ആ കുടുംബം അത്രയും ആദരിക്കുന്ന ഒരു ലോക പണ്ഡിതന്റെ പങ്കിനെ നിഷേധിച്ചും അദ്ദേഹത്തെ അവഹേളിച്ചും സംസാരിക്കുകയുണ്ടായി. ഇത് സബ് ടൈറ്റിൽ നൽകിക്കൊണ്ട് യമനിൽ പ്രചരിക്കുകയും എന്നിട്ട് അവിടെയുള്ള യുവാക്കൾ അനുനയ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ കാരണവന്മാരോട് ഞങ്ങൾ ആർക്കു വേണ്ടിയാണോ, ആരെ പരിഗണിച്ചാണോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്, അവരുടെ അഭിമാനത്തിന് പോലും വില കൽപ്പിക്കാത്ത ഇവർക്ക് വേണ്ടിയാണോ ഞങ്ങൾ വിട്ടുവീഴ്ച കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനുനയ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ കാരണവന്മാർക്കെതിരെ ഇന്നവിടെ പ്രക്ഷോഭം നടക്കുകയാണ്. ഇന്ന് ചർച്ചകൾ പോലും മുടങ്ങി ദമാറിൽ തങ്ങിയിരുന്ന ഹബീബ് ഉമറിന്റെ പ്രതിനിധി സംഘം അവിടെ അവസ്ഥകൾ കുറച്ച് രൂക്ഷമായപ്പോൾ താൽക്കാലികമായി തെരീമിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇത്രയും വിഷയങ്ങളൊക്കെയും ഇവർ ഉന്നയിക്കുമ്പോഴും ഇത് ദിവസങ്ങൾക്ക് മുമ്പേ തീരുമാനമായ കാര്യങ്ങളാണ് തുടങ്ങിയ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അങ്ങേയറ്റം മോശമായ, ശ്രീ സാബു പ്രസാദ് ചർച്ചയിൽ സാക്ഷിയാണ്, അങ്ങേയറ്റം മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അവർക്കെതിരെ ചാണ്ടി ഉമ്മൻ സർ ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല എന്നതിൽ ഞാൻ എൻ്റെ വേദന പങ്കുവെക്കുകയാണ്. അതോടൊപ്പം നോർത്ത് യമനിൽ ഒരു സ്റ്റേറ്റ് ഇല്ല എന്നത് വസ്തുതയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യയുടെ പ്രസിഡന്റിനോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ഗവർണർക്കോ മുഖ്യമന്ത്രിക്കോ ഇടപെടാൻ പറ്റുന്ന ഒരു കേസല്ല. യമനിന്റെ പ്രസിഡന്റിന് പോലും അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഭരണം നടത്തുന്ന ആളുകൾക്ക് പോലും ഈ തീരുമാനത്തിൽ റോളില്ല. ഇത് കുടുംബമാണ് തീരുമാനിക്കേണ്ടത്. ശരി, ആ ലോ പ്രകാരം ദിയാധനം ഉപാധിയായോ അല്ലെങ്കിൽ ഉപാധികൾ കൂടാതെയോ മാപ്പ് നൽകാനുള്ള അവകാശം, അധികാരം രക്തബന്ധുക്കൾക്ക് മാത്രമാണ്. അവരെ സ്റ്റേറ്റിന് ഇടപെടാൻ സാധിക്കില്ല. സ്റ്റേറ്റ് ആണ് ഈ ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ അതിനപ്പുറമുള്ള ചില ബന്ധങ്ങൾ ഉപയോഗിച്ച്, സൗഹൃദങ്ങൾ ഉപയോഗിച്ച്, ആത്മീയമായ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൗഹൃദപൂർവ്വമുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ അത്തരം വിഷയങ്ങളിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അഭിനന്ദിക്കാൻ ഒരു ബാലൻസിങ്ങിന്റെ ആവശ്യമില്ല എന്നുകൂടി ചാണ്ടി ഉമ്മൻ മനസ്സിലാക്കണം എന്നുകൂടി ഞാൻ വളരെ വേദനയോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശരി, ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ചർച്ചയിലില്ല, അദ്ദേഹം മറ്റൊരു മാധ്യമത്തിലേക്ക് പോയി. എനിക്കൊരു ഇടവേള ആവശ്യമുണ്ട്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വേണം. ശ്രീ മുബാറക് റാവുത്തർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിദേശത്ത് ഗൾഫ് നാടുകളിൽ ബന്ധങ്ങളുള്ള ഒരു പുരോഹിതനാണ്. അപ്പം അദ്ദേഹത്തിന് ഈ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിളുമായി ബന്ധമുണ്ട്, സുഹൃത്ത് ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ മാദീൻ ചടങ്ങിൽ അദ്ദേഹം വന്നിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ബന്ധം, ഇപ്പോൾ നമ്മളൊക്കെ ഒരു അപകടം ഉണ്ടായാൽ സുഹൃത്തുക്കളെ ബന്ധപ്പെടുന്നത് പോലെ ആ ബന്ധം ഉപയോഗിച്ചൊരു ശ്രമം നടത്തി, അത്രയല്ലേ ചെയ്തുള്ളൂ. അത് വലിയ അപരാധമോ ഒരു മതപണ്ഡിതൻ ചെയ്യാൻ പാടില്ലാത്തതോ ആയ കാര്യമാണോ? എന്നെനിക്ക് അഭിപ്രായമില്ലല്ലോ. ഞാൻ രണ്ടാളുകളെയും ബഹുമാനിക്കുന്ന ആളാണ്. ഷെയ്ഖ് ഉമർ ഹഫീദ് തങ്ങളെയും അതുപോലെ കാന്തപുരം ഉസ്താദിനെയും 100% ബഹുമാനിക്കുന്ന ആളാണ്. അവരുടെ എഫേർട്ടിനെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത ആളാണ്. താങ്കൾക്ക് പിന്നെ ഈ താങ്കൾ തന്നെ പറഞ്ഞു ഞാൻ അവർക്കെല്ലാം മറുപടി കൊടുത്തത് കാന്തപുരം അനുയായികൾക്കാണ് എന്നൊക്കെ. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് കാന്തപുരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതാ സ്പെസിഫിക് കമന്റിനെ എടുത്ത് ജനറലൈസ് ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അല്ല, ഷൈഖ് അബൂബക്കറിനെതിരെ കാന്തപുരം ഉസ്താദ്, തലാലിന്റെ കുടുംബം, അപ്പോൾ കാന്തപുരം പറയുന്നതല്ല യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ആ വേർഷൻ മുഴുവൻ താങ്കളായി പറയാണ്. ഇപ്പോൾ കാന്തപുരവുമായി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറയാണ്. കാന്തപുരം ടീമിലെ അന്തം സംഘടന സൈബർ ഭ്രാന്തന്മാരോടല്ല, സത്യസന്ധരായി എന്നെ വായിക്കുന്ന എൻ്റെ ഫോളോവേഴ്സിനോടാണ്. കാന്തപുരം PR ഏജൻസി പറയുന്നത് വിശ്വസിക്കില്ല എന്നാണ് ഞാൻ ആദ്യം മുതൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊന്നും ട്രാൻസ്ലേഷൻ അല്ല കേട്ടോ, ഇതൊക്കെ താങ്കൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. 2 ദിവസം കാന്തപുരം PR ഏജൻസി വെള്ളത്തിൽ വിശ്വസിക്കാൻ തൽക്കാലം സാധ്യമല്ല. അതാണ് അവരുടെ ചരിത്രം. കാന്തപുരം മൗലീദ് നടത്താൻ തൽക്കാലം തയ്യാറല്ല. അത് കൃത്യമായി എഴുതിയത് തന്നെയാണ്. കാരണം 2 ദിവസം മുമ്പ് അവർ നടത്തിയ പ്രചരണങ്ങളിൽ അർത്ഥസത്യങ്ങൾ മാത്രമാണുള്ളത്. ഇപ്പോൾ ജവാദ് ഇവിടെ പറഞ്ഞ വിഷയങ്ങളിൽ പോലും പലതും അർത്ഥസത്യങ്ങളാണ്. ഈ ധമറിൽ പോയി ചർച്ച നടത്തി എന്നുള്ളത് എന്തുകൊണ്ട് അബ്ദുൽ ഫത്താഹ് മെഹ്ദി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ അറിയുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. പിന്നെ 15-ാം തീയതി
അല്ല 15-ാം തീയതി അവിടെ നിന്ന് യാത്ര ചെയ്ത് സനായിൽ വധശിക്ഷ കാണാനായിട്ട് അബ്ദുൽ ഫത്താഹ് എത്തുന്നത് എന്തിനാണ്? അല്ല, അബ്ദുൽ ഫത്താഹിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കൾ തന്നെ മലയാളീകരിച്ച അബ്ദുൽ ഫത്താഹിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ടല്ലോ, ഈ അവസാന നിമിഷം തീരുമാനിച്ചതിന് ശേഷം ശിക്ഷ മാറ്റിവെക്കുന്നത് ശരിയല്ല എന്നൊക്കെ. ശിക്ഷ മാറ്റിവെച്ചത് പിന്നെ എങ്ങനെയാണ്? ആകാശത്ത് നിന്ന് പൊട്ടി വീണത് പോലെ ശിക്ഷ മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവസാനമായിട്ട് തീരുമാനമെടുക്കേണ്ടത് അബ്ദുൽ ഫത്താഹാണ്. ആ അബ്ദുൽ ഫത്താഹ് ഇവിടെ ജവാദ് പറയുന്ന ആളുകൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ജവാദ് പറയുന്ന ആളുകൾ അവിടെ ചർച്ച ചെയ്തതായിട്ടോ അവിടെ ഒരു തീരുമാനം ഉണ്ടാക്കിയതായിട്ടോ തലാലിന്റെ സഹോദരനായ യഥാർത്ഥ സഹോദരനായ അബ്ദുൽ ഫത്താഹ് മെഹദി അറിയുന്നില്ല. പിന്നെ എന്താണ്? എങ്ങനെയാണ്? അതായത് അർത്ഥസത്യങ്ങളാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്. അല്ല, ഈ അബ്ദുൽ ഫത്താഹ് മെഹദിയെ കൂടി കൺവിൻസ് ചെയ്യാനാണല്ലോ ഹബീബ് ഉമറും അദ്ദേഹത്തിന്റെ സംഘവും അവിടെ ഉള്ളത്. അപ്പോഴത്തേക്കും കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ ഈ അബ്ദുൽ ഫത്താഹ് മെഹദിയോട്? താങ്കൾ തന്നെ പറഞ്ഞു അദ്ദേഹമാണ് അവസാന തീരുമാനം എടുക്കേണ്ട ആളെന്ന്. അദ്ദേഹത്തോട് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ രക്തം വിറ്റ് ജീവിക്കാൻ പോവാണോ, നിങ്ങളുടെ സഹോദരന്റെ ജീവന് പണം വാങ്ങുവാണോ എന്നൊക്കെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ട് പോയി അയാളെ ഞാൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് അത് ചോദിക്കുന്ന ആളുകളുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഈ അബ്ദുൽ ഫത്താഹ് മെഹദിയെ പ്രകോപിപ്പിച്ച് അയാളെ ആക്ഷേപിച്ച് ഒരു തരത്തിലും ഈ കാര്യത്തിൽ നിമിഷപ്രിയയുടെ ശിക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലും വഴങ്ങാത്ത അവസ്ഥ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് എല്ലാവരും അത്ഭുതത്തോടെ. ഇപ്പൊ ഒരാളുടെ തീർച്ചയായും ആ വിഷയം തെറ്റാണ്. കാരണം പിന്നെ ഇതിന്റെ അകത്ത് അഭിലാഷ്, ഇതിന്റെ അകത്ത് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അബ്ദുൽ ഫത്താഹ് മെഹദിക്കും അവരുടെ കുടുംബത്തിനും ഇന്നലെ നടന്ന വധശിക്ഷ റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായ അഭിപ്രായ വ്യത്യാസങ്ങളും അവർക്ക് മാനസികമായ കുറെ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസത്തെ കൂടി അഡ്രസ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യിച്ച് അവരെ ഈ തീരുമാനത്തിന് പ്രേരിപ്പിക്കാനാണല്ലോ ഈ ഷെയ്ഖ് ഹബീബ് ഉമറും അദ്ദേഹത്തിന്റെ സംഘടനകളും ശ്രമിക്കുന്നത്. നിങ്ങളെ സമ്മതിക്കണ്ടേ? നിലവിലിവിടെ പ്രചരിപ്പിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ കമന്റിൽ പോയി പ്രശ്നമുണ്ടാക്കിയതിന് ശേഷമല്ല അദ്ദേഹത്തിന് ഈ വൈകാരിക അവസ്ഥ ഉണ്ടാകുന്നത്. അദ്ദേഹം ദമറിൽ നിന്നും മണിക്കൂറുകൾ യാത്ര ചെയ്ത് സനായിൽ എത്തുമ്പോഴാണ് 16-ാം തീയതി രാവിലെയാണ് ഇത്തരത്തിൽ വധശിക്ഷ റദ്ദാക്കപ്പെട്ടതായി അറിയുന്നത്. ആ പുലർച്ചെയാണ് അദ്ദേഹം ആദ്യമായി പോസ്റ്റ് ഇടുന്നത്. അദ്ദേഹത്തിന്റെ ടൈം ലൈനിൽ നിങ്ങൾ അതിന്റെ ടൈമിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതും അദ്ദേഹം പറയുന്നത് സെർഹാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ വക്താവിനെ ബന്ധപ്പെടൂ, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സെർഹാനുമായി എന്ത് ചെയ്യുന്നുണ്ട്? സെർഹാനുമായി ഞാൻ സംസാരിക്കുമ്പോഴാണ് സെർഹാൻ പറയുന്നത് ഇതേപോലെ അവരുടെ അവരെ അതിന് പ്രേരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് ഞാൻ ആദ്യം മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ താങ്കൾ പറഞ്ഞ സഹോദരനെ അബ്ദുൽ ഫത്താഹ് മെഹദിയെ കൂടി കൺവിൻസ് ചെയ്യിച്ചാൽ ഇവിടെ പ്രശ്നം അവസാനിച്ചു. അത് ആ കൺവിൻസ് ചെയ്യിക്കാനാണ് ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ സംഘം ശ്രമിക്കുന്നത്. അപ്പോ അബ്ദുൽ ഫത്താഹ് മെഹദിയെ പരമാവധി പിരികേറ്റുക, നിങ്ങളുടെ സഹോദരന്റെ രക്തം ആക്ഷേപിക്കുക, അയാളെ ഈ തരത്തിലൊക്കെ ടെററൈസ് ചെയ്യുക, എന്നിട്ട് അയാളെ കൊണ്ട് വേറൊരു അങ്ങനെ ചെയ്തിട്ട് എന്ത് മറ്റുള്ള ആളുകളുടെ വാചകങ്ങൾ എന്റെ വായ്ക്കുള്ളിൽ തിരികെ കയറ്റരുത്. ഞാൻ ഇതിൽ ഭാഗവാക്കയല്ല. ഞാൻ ഇത്തരം അവിടെ പോയി പ്രകോപിപ്പിക്കുന്ന വിഷയത്തിൽ ചെയ്ത ഒരേ ഒരു വിഷയം തുടങ്ങിയത് എന്തിനാണ്? ടെലിഗ്രാം ചാനലൊക്കെ തുടങ്ങി ഈ നിങ്ങളുടെ മീഡിയ പ്രവർത്തകർ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ മൊബൈലിൽ ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ടെലിഗ്രാമിന് ആപ്പ് ഉണ്ട് എന്ന് നിങ്ങളുടെ പ്രവർത്തകരോട് മൊബൈലിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഇവിടെ അത് വ്യാജമായിട്ട് എനിക്ക് ടെലിഗ്രാം അക്കൗണ്ട് ഇല്ല, ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല. ഞാൻ ഇതിന്റെ അകത്ത് ട്വിറ്ററും ഫേസ്ബുക്കും ഉപയോഗിച്ചിട്ട് അതിന്റെ സെർച്ചുകളിലൂടെയാണ് ഇവരുടെ ഇത്തരം ആളുകളെ കണ്ടെത്തുന്നതും അവരോട് എന്താണ് നിങ്ങളുടെ വേർഷൻ എന്ന് ചോദിക്കുന്നതും. അവരപ്പോഴാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വൈകാരിക അവസ്ഥയിലാണ്, ഞങ്ങളെ ഇവരാരും ബന്ധപ്പെട്ടിട്ടില്ല, മാത്രവുമല്ല അവിടെ റിഷ്വ കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ മാറ്റിവെച്ചത് എന്ന് അവർക്ക് വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് അവർ സംസാരിച്ചത്. റിഷ്വ എന്ന് പറഞ്ഞാൽ ബ്രൈബറി ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വിധി അവർ വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ സമ്പാദിച്ചതെന്നാണ് അവരുടെ കുടുംബത്തിന്റെ നിലവിലുള്ള സ്റ്റാൻഡ്. ഇവിടെ ആരും സംസാരിക്കുന്നില്ല. ഒന്നും അല്ലല്ലോ. ജവാദ്, പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം.
ശ്രീ അഭിലാഷ് എനിക്ക് യമനിൽ നിന്ന് വളരെ അല്ല, ഒരു മിനിറ്റ് ഈ റുഷ്വ കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മിനിറ്റ്, ഇവരുടെ റുഷ്വ കൊടുത്തതുമായി അവര് അവിടെ ബ്രൈബ് ചെയ്തത് അവിടുത്തെ ഉദ്യോഗസ്ഥരെയാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരെ ബ്രൈബ് ചെയ്തു എന്നാണ് അവരുടെ കുടുംബം പറയുന്നത്. ആ ഒരു വേർഷൻ ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. കാരണം അത് ഇവിടെ ആരും പറയുന്നില്ല. അവരുടെ കുടുംബത്തിന്റെ വേർഷൻ ഇവിടെ അവതരിപ്പിക്കാനാണെങ്കിൽ പറയുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ലക്ഷ്യം വെച്ചത്. അക്കൗണ്ടിൽ അറബിയിൽ കമന്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ വേർഷൻ അവതരിപ്പിക്കാൻ അവരുടെ അറബിയിൽ പോയി എന്തുകൊണ്ടാണ് കമന്റ് ചെയ്തത്? വീണ്ടും നിങ്ങൾ അതിനെ ക്രിമിനലൈസ് ചെയ്യാണ്. ഞാൻ എന്തോ വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത പോലാണ് പറയുന്നത്. അത് വളരെ തെറ്റാണ്. ആ ഒരു നടപടി ശരിയല്ല. കാരണം ഇവിടെ പറയുന്നത് പോലെ അറിയില്ല. ഇവിടെ ശ്രീ ജവാദ് പെട്ടെന്ന് സമയം ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു സംഗതിയിൽ എന്നെ ആരോപിക്കുന്നത് എന്തിനാണ്? ശരി, താങ്കൾ ചെയ്തിട്ടില്ല. ഓക്കെ, പറയൂ ജവാദ്, പെട്ടെന്ന്. ശ്രീ അഭിലാഷ്, യമനിൽ നിന്ന് വളരെ സുപ്രധാനമായ ചില വിവരങ്ങൾ വരുന്നുണ്ട്. ഞാൻ അത് പറയാം. ഒരു മിനിറ്റ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ റാഹുത്തറിന്റെ സംസാരം കേട്ടു. അപ്പോൾ ഇതിൽ അദ്ദേഹം ഈ യമനിലോ അല്ലെങ്കിൽ ഈ നാട്ടിലോ ആ കുടുംബത്തിലോ ഹബീബ് ഉമറിനേക്കാൾ സ്വാധീനമുള്ള ആളൊന്നുമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ കൊണ്ട് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹം അല്ല, ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളത്, കാന്തപുരം ഈ വിഷയത്തിൽ ഇടപെട്ടത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ്, വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ വിഷയമല്ല. വധശിക്ഷ 72 മണിക്കൂർ കൊണ്ട് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് മുബാറക് റാവുത്തറിന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമൊന്നും കാന്തപുരം എ.പി. മുസ്ലിയാർക്ക് ഇല്ല. രണ്ടാമത്തത് ശ്രീ അഭിലാഷ്, ഈ ചരിത്രപരമായ സംഭവത്തോടുകൂടി നിർണായകമായ ഒന്നുകൂടി അല്ല, ഒരു മിനിറ്റ്. ശ്രീ അഭിലാഷ് ഈ ചരിത്ര പ്രധാനമായ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പറഞ്ഞോളൂ ജവാദ്, പെട്ടെന്ന് പറയൂ, സമയം പോയി. ഹലോ, പറഞ്ഞോളൂ. ആര്? പറഞ്ഞോളൂ. ഹലോ, ശ്രീ അഭിലാഷ് ഇതില് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലോടുകൂടി വളരെ ചരിത്ര പ്രധാനമായ ഒരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. കേരളീയ സമൂഹത്തെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ രണ്ടായി വിഭജിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മാനുഷികമായ വിഷയത്തിൽ ഉസ്താദിന്റെ ശ്രമങ്ങൾക്കൊപ്പം നിന്ന ബഹുഭൂരിപക്ഷം മലയാളികളും അതിൽ നിന്ന് മാറി നിന്ന വിദ്വേഷത്തിന്റെ ന്യൂനപക്ഷമായ വക്താക്കളും ഇതിലെല്ലാം ഉണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മലയാളി സമൂഹത്തിലെ രണ്ട് മാനസികാവസ്ഥകളെ കാന്തപുരം ഉസ്താദ് രണ്ടായി വേർതിരിച്ച് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നൊരു ചോദ്യം കൂടി കാന്തപുരം, അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരാൾ, കേരളത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാള്, യമനിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളോട് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ വാഗ്ദാനം ചെയ്യുന്ന തുകയേക്കാൾ ഉയർന്ന ദിയാദനം ഞങ്ങൾ നൽകാം, കാന്തപുരത്തിന്റെ പേര് ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി തരുമോ എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ആരാണ് എന്ന് ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയുന്നതായിരിക്കും. ഈ ചർച്ചയ്ക്കിടെ എനിക്ക് യമനിൽ നിന്ന് വന്ന മെസ്സേജാണ് എന്നുള്ളതൊന്നുമല്ല. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. നമ്മുടെ ഇന്ത്യൻ പൗരയായ നിമിഷപ്രിയ യമനിൽ ഇങ്ങനെ ഒരു ഡെത്ത് റോയിൽ അവർ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ? ചെയ്ത കുറ്റത്തിലുള്ള ശിക്ഷ, മറ്റു തരത്തിൽ തടവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അവർ 9 കൊല്ലമായി ജയിലിലാണ്. അതിനപ്പുറത്ത് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമാണ് ബാക്കി. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.